ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ എന്താ സംഭവം നമുക്കറിയാം. ഇതിന്റെ കോൺസെപ്റ്റ് എന്താ സംഭവിച്ചാല്, അതായത് ഇപ്പൊ ഒരു കമ്പനി നടത്തുക എന്ന് പറയുമ്പോൾ അവർ കുറെ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. പ്രധാനപ്പെട്ടതാണ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ റിസോഴ്സ് ആണ്, മനുഷ്യന്മാരാണ്. അപ്പൊ അവരുടെ എന്താ പറയാ, അവരുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള സംഭവം, അതേപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള അവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആണല്ലോ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി നാച്ചുറൽ റിസോഴ്സ് ആണ്. ഇപ്പൊ നാച്ചുറൽ റിസോഴ്സസിന്റെ കമ്പനി ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും ഒന്ന്. രണ്ടാമത്തെ കാര്യം അതല്ലാതെ തന്നെ നമ്മളെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങള് ഈ കമ്പനിക്ക് അനുകൂലമായിട്ട് കുറെ കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി, കമ്പനിയുടെ പല ഫെസിലിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻവയോൺമെന്റ് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ. ഒരു ഭൂമി എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് എൻവയോൺമെന്റിന്റെ സ്ഥലമാണ്. എന്നാൽ നേച്ചറിൽ നിന്ന് ഒരു കമ്പനി ബെനിഫിറ്റ് എടുക്കുന്നുണ്ട് അല്ലെ. അതേപോലെ ഇപ്പോൾ നേരത്തെ പോലെ ഇങ്ങനെയുള്ള വല്ല മാനുഫാക്ചറിങ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വേസ്റ്റുകൾ വരും, അത് നേച്ചറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ എന്താ പറയാ, പല രീതിയിൽ പറയാം. ഇപ്പൊ മെക്കനൈസേഷൻ നടക്കുമ്പോൾ എന്താ പറയാ, അൺഎംപ്ലോയ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞാല് മൊത്തത്തിൽ എന്താ പറയാ, നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിന് കോട്ടം തട്ടിച്ചുകൊണ്ടോ ആണ് ഒരു സംവിധാനം അവിടെ ഉണ്ടാവുക അല്ലെ. സ്വാഭാവികം. അപ്പൊ നമ്മൾ ചെറിയൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ഫാക്ടേഴ്സ് ഒക്കെ നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, കമ്പനി തിരിച്ച് അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള സംഭവം അതാണ്. ഓക്കെ, അപ്പോ ഇത് ചെറിയ ചെറിയ കമ്പനികൾക്കൊന്നും ഉണ്ടാവില്ല. വലിയ കമ്പനികൾക്ക് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഉള്ള, നല്ല നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഉള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു ചെറിയൊരു ശതമാനം അവരെന്ത് ചെയ്യണം, ഇവിടെ സെക്ഷൻ 135 ഒരു ഷെഡ്യൂൾ 7 ഒക്കെ ഉണ്ട്. ആ ഷെഡ്യൂൾ 7 പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, ചെലവഴിക്കണം. ഓക്കെ, അപ്പൊ അത് പല രീതിയിലാകാം. കമ്പനിക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അതിൽ ആക്ടിവിറ്റീസ് പറയുമ്പോൾ ചിലതൊക്കെ ചില കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്. എന്നാൽ ചില സംഭവങ്ങൾക്ക് ഡൊണേഷൻ കൊടുത്താൽ പോലും അത് CSR ആയിട്ട് എടുക്കും. ഇനി അതല്ല, ഇവർക്ക് വേണമെങ്കിൽ ഇതിനു വേണ്ടി ഒരു സെക്ഷൻ 8 കമ്പനി ഉണ്ടാക്കാം. അപ്പൊ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ 8 കമ്പനി ഇവരുണ്ടാക്കും. എന്നിട്ട് ആ സെക്ഷൻ 8 കമ്പനി വഴിയായിരിക്കും ഈ CSR ഫണ്ട്, ഇവരുടെ CSR ഫണ്ട് എന്താണ്, ആ CSR ഫണ്ട് ആ സെക്ഷൻ 8 കമ്പനിക്ക് കൊടുക്കും. ആ സെക്ഷൻ ഫണ്ട് കമ്പനിയാണ് അതിന്റെ ആക്ടിവിറ്റീസ് എന്നാണ് അത് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അങ്ങനെ ഗവൺമെന്റ് അതോറിറ്റീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സെക്ഷൻ 8 കമ്പനീസ് വഴിയാക്കാൻ പറ്റും. ഇനി അതുമല്ല, വേറെ ഏതെങ്കിലും ഒരു സെക്ഷൻ 8 കമ്പനി, ഏതെങ്കിലും സെക്ഷൻ 8 കമ്പനി മാത്രമല്ല കേട്ടോ, എന്തോ ട്രസ്റ്റ് ഒക്കെ ആകാം. ഇൻകം ടാക്സിന്റെ 12A രജിസ്ട്രേഷൻ ഒക്കെ ഉള്ള, അതായത് ഇൻകം ടാക്സിന്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രസ്റ്റ്, എക്സംഷൻ ഒക്കെ കിട്ടുന്ന ഒരു ട്രസ്റ്റ്, അങ്ങനത്തെ ട്രസ്റ്റുകൾ വഴിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ CSR ആർക്കാണ് അപ്ലിക്കബിൾ ആകുകയാണെങ്കിൽ എത്രയാണ് അവർ CSRലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ മാർഗത്തിലാണ് അവർ ചെലവഴിക്കേണ്ടത്, പിന്നെ ഈ CSR റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് ആരെയാണ് ഏൽപ്പിക്കേണ്ടത്. അപ്പൊ CSR കമ്മിറ്റി ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെ ചെയ്യും, അങ്ങനെയുള്ള സംഭവങ്ങള്. പിന്നെ അതേപോലെ ഇത് ജസ്റ്റ് വെറുതെ പോയിട്ട് ചെയ്യാന്നുള്ളത് മാത്രമല്ല, ചെയ്തതിന് ശേഷം അതിന്റെ ഒരു അസസ്മെന്റ് നടത്താനുള്ള സംഭവമൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു സ്ലം ഏരിയയിൽ നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് എന്താണ്, അതിന്റെ എഫക്റ്റ് ഉണ്ടോ എന്നുള്ള സംഭവം. അല്ലെങ്കിൽ നമ്മള് നേച്ചുറൽ എന്താണ് എക്കോളജിനെ ഇതാക്കാന്നുണ്ട് കുറെ മരം നടാൻ പോയി, എന്നിട്ട് നമ്മൾ കുറെ തൈയൊക്കെ നട്ടിട്ട് പോന്നു, ഒരു 2 മാസം നോക്കിയപ്പോൾ ഒക്കെ വെയിൽ തുടങ്ങി പോയിക്കുന്നത്. അപ്പൊ അത് പോരാ, അങ്ങനൊന്നും പറ്റൂല. അത് ഇമ്പാക്ട് അസസ്മെന്റ് വേണം, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പൊ CSR എപ്പോഴാണ് ഒരാൾക്ക് ലയബിൾ ആവണേ, എത്ര ശതമാനമാണ് കൊടുക്കേണ്ടത്, എന്തിനാണ് ചെലവഴിക്കേണ്ടത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ വരിക. അപ്പോൾ ചിലപ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ എത്ര കാലത്തിനുള്ളിൽ ചെലവഴിക്കാതിരുന്നാൽ അൺസ്പെൻഡ് എമൗണ്ട് എന്ത് ചെയ്യും, അങ്ങനെ കുറെ സംഭവങ്ങളാണ്. അപ്പൊ മിക്കവാറും എക്സാമിന് CSR ക്വസ്റ്റ്യൻ ഉണ്ട്, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, 135 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേണമെങ്കിൽ പറയാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് CSR ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, സെക്ഷൻ 135 ഓഫ് ദി കമ്പനീസ് ആക്ട് lays down provisions requiring
corporates to mandatorily spend a prescribed percentage of their profits on certain specified areas of social upliftment in discharge of their social responsibilities. അപ്പോൾ അവിടെ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിലെ ചില വിഭാഗങ്ങളിലേക്ക് അവരുടെ പ്രോഫിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം ചെലവഴിക്കുക. ഓക്കെ, അതിനെ മാൻഡേറ്റ് ചെയ്യുക, അതിനെ നിർബന്ധമാക്കുന്ന ഒരു സംഭവമാണ് സെക്ഷൻ 135. ഓക്കെ, അപ്പോ ആർക്കാണ് ഈ സംഭവം അപ്ലിക്കബിൾ ആകുന്നത്? ഓക്കെ, അപ്പോ CSR കമ്മിറ്റി ഒക്കെ നടക്കട്ടെ. CSR കമ്മിറ്റി ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ ആർക്കാണ് CSR അപ്ലിക്കബിൾ ആവുക? അപ്പൊ CSR അപ്ലിക്കബിൾ ആകുന്ന കമ്പനീസ് ആണിത്. അപ്പൊ CSR കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് CSR കമ്മിറ്റി എന്ന് പറഞ്ഞാൽ CSR അപ്ലിക്കബിൾ ആകുന്ന കമ്പനികളാണ് CSR കമ്മിറ്റി ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആർക്കാണ് CSR അപ്ലിക്കബിൾ ആവുക? ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായി കഴിഞ്ഞാല് CSR വേണം. അപ്പൊ നെറ്റ് വർത്ത് ഓഫ് ദി കമ്പനി ഈസ് 500 crore or more. നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ അസറ്റ് മൈനസ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് അല്ലേ? അതല്ലെങ്കിൽ ടേൺ ഓവർ ഓഫ് 1000 crore or more, അതും അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 5 crore or more. മിക്കവാറും അതിലാണ് ആൾക്കാർ വീഴുക. ഇതാണ് കമ്പാരിറ്റീവ്ലി ചെറിയ ലിമിറ്റ്. 5 കോടി പ്രോഫിറ്റ് അല്ലേ? അപ്പൊ ഒരു 100 കോടി ടേൺ ഓവറുള്ള ഒരാളാണെങ്കിലും 5 കോടി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകാവുന്നതേ ഉള്ളൂ. 5% ഉള്ളൂ. ടേൺ ഓവർ 100 കോടിയാണെങ്കിൽ 5% എന്ന് പറഞ്ഞാൽ 5 കോടിയായി അല്ലേ? അപ്പൊ 5 കോടി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കേട്ടോ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ല. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിനാൻഷ്യൽസ് നമ്മൾ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇൻകം മൈനസ് എക്സ്പെൻസസ്, അതാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ടാക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ല. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അതാണ് നെറ്റ് പ്രോഫിറ്റ്. ഇത് നെറ്റ് പ്രോഫിറ്റിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത് വേറെ. അപ്പൊ 5 കോടിയിലധികം നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, 5 കോടി വേണം, അധികം വേണം, 5 കോടി ഓർ മോർ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവുക, 500 കോടി ഓർ മോർ നെറ്റ് വർത്ത് ഉണ്ടാവുക, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ല. അതേപോലെ തന്നെ 1000 crore or more ടേൺ ഓവർ ഉണ്ടാവുക. ഇങ്ങനെയുള്ള കമ്പനികൾക്ക് നിർബന്ധമായിട്ടും അവരൊരു CSR കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇന്ത്യ CSR കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് CSR ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവർക്ക് CSR അപ്ലിക്കബിൾ ആണ്. ഇവര് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഇവര് ലയബിൾ ആണ്. ഓക്കെ, അപ്പൊ നെറ്റ് വർത്ത് ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 257 വിൽ ബി ടേക്കൺ. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ട് പോകുന്നു അല്ലേ? പഠിച്ചിട്ടില്ലേ? ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ഒക്കെയാണ് വരിക. നെറ്റ് പ്രോഫിറ്റ് ഷാൾ നോട്ട് ഇൻക്ലൂഡ് സച്ച് സംസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് ഷാൾ ബി കാൽക്കുലേറ്റഡ് ആസ് പെർ സെക്ഷൻ 198. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി നെറ്റ് പ്രോഫിറ്റ് എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ നെറ്റ് വർത്തിന്റെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. ടേൺ ഓവർ സോറി. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് നോക്കി. നെറ്റ് പ്രോഫിറ്റ് മീൻസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് കമ്പനി ആസ് പെർ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് prepared in accordance with the applicable provisions, but shall not include the following: any profit arising from overseas branches of the company, whether operated as a separate company or otherwise, any dividend received from other companies in India. Okay, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കമ്പനിക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ബ്രാഞ്ച് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടാൽ മതി. അതൊരു അപ്പൊ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഇവിടുത്തെ പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണ്ട. അതേപോലെ തന്നെ ഇവിടെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളുടെ പ്രോഫിറ്റിൽ എടുക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ നിന്ന് ആ കമ്പനിയുടെ സ്വന്തം ആക്ടിവിറ്റീസിലൂടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ്, അതാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ആ നെറ്റ് പ്രോഫിറ്റ് ഈ പറയുന്ന 5 കോടിയുടെ മുകളിൽ, 5 കോടിയോ അതിന്റെ മുകളിലോ ഉണ്ടെങ്കിൽ അവർക്ക് CSR അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, ഷെഡ്യൂൾ 7 എന്ന് പറയുന്ന ഷെഡ്യൂളിലാണ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് CSRന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുക, എലിജിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെ നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട സംഭവം എത്രയാണ് CSR കൊടുക്കേണ്ടത്. അപ്പൊ CSR കൊടുക്കേണ്ടത് 2% ആണ്. 2% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. പക്ഷെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്. ഇതിലൊരു കാര്യമുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത്
ഡ്യൂറിങ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ ആണ് നോക്കേണ്ടത്. അതായത് നമ്മൾ ഒരു വർഷത്തിൽ നമുക്ക് CSR അപ്ലിക്കബിൾ ആണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ എന്താണ് തൊട്ട് മുന്നത്തെ വർഷം. കാരണം വെച്ചാൽ നമ്മൾ ഈ റണ്ണിങ് ഇയറിൽ നമുക്ക് CSR അപ്ലിക്കബിൾ ആണോ അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷത്തെ ടേൺ ഓവർ എടുക്കാൻ പറ്റില്ലല്ലോ. 23-24 നമുക്ക് CSR അപ്ലിക്കബിൾ ആണെന്ന് പറയുന്നതിന്റെ അർത്ഥം 23-24 നമ്മൾ ഈ പൈസ ചെലവാക്കണം അല്ലെ. അപ്പൊ അതിലെന്തായാലും ഈ വർഷത്തെ പ്രോഫിറ്റ് എല്ലാം നമുക്ക് കിട്ടൂലല്ലോ, അതായിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലെ ഡാറ്റയാണ് എടുക്കേണ്ടത്. അപ്പൊ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ 500 കോടി നെറ്റ് വർത്ത് ഉണ്ടാവുക, 1000 കോടി ടേൺ ഓവർ ഉണ്ടാവുക, നെറ്റ് പ്രോഫിറ്റ് 5 കോടി ഉണ്ടാവുക. ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പോ ഇവിടെ 2% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ 2022-23 8 കോടി പ്രോഫിറ്റ് ഉള്ള ഒരാള്, ഓക്കെ, ഒരു കമ്പനി, ഓക്കെ, അവർക്ക് സ്വാഭാവികമായിട്ടും 23-24 എന്തുണ്ട് CSR അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പൊ എത്ര പേര് കൊടുക്കേണ്ടി വരും? അപ്പൊ അതിന് നമുക്ക് മുന്നത്തെ 2 വർഷത്തെ ടേൺ ഓവർ കൂടി കിട്ടണം. 21-22 ഇപ്പൊ ഒരു 7 കോടി ഉണ്ട് വിചാരിച്ചോ. അതേപോലെ 20-21 ഒരു 5 കോടി ഉണ്ട്. 5 വേണ്ട, രസം ഉണ്ടാവില്ല, 6 കോടി, റൗണ്ട് ഫിഗർ കിട്ടില്ല. ഓക്കെ, അപ്പൊ അത് എത്ര? 6 + 7 + 8 എന്ന് പറയുമ്പോ 21 കോടി അല്ലേ? 21 കോടി അല്ലേ? 21 കോടി. അപ്പൊ 21 കോടിയുടെ ആവറേജ് ഡിവൈഡ് ബൈ 3 പറയുമ്പോ 7 കോടി. അപ്പൊ 7 കോടിയുടെ 2%, അതായത് 14 ലക്ഷം. 14 ലക്ഷം ആയിരിക്കും ഇവര് CSR ആയിട്ട് കൊടുക്കേണ്ടി വരിക. ഓക്കെ, കൊടുക്കേണ്ടി വന്നാൽ ചെലവഴിക്കേണ്ടി വരിക. അപ്പൊ അതെങ്ങനെ ചെലവഴിക്കുന്നുള്ളത് പിന്നെ വേറെ വിഷയം. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ ഒരു വിഷയമുണ്ട്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 21-22 21-22 4 കോടി ഉണ്ട്. 4 കോടി. ഓക്കെ, CSR ഇല്ലല്ലോ, ഇല്ല. 22-23 CSR ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. 22-23 പക്ഷെ ഇവർക്ക് 6 കോടി ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കാം? 23-24 ഇവർക്ക് CSR വരും, ശരിയല്ലേ? പക്ഷെ എത്ര CSR കൊടുക്കുക? 3 വർഷമല്ലല്ലോ. 20-21 ഇവിടെ ഇല്ലല്ലോ, ഇല്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ? ഈ 2 വർഷത്തെ ആവറേജ് എടുക്കുക. ഓക്കെ, അപ്പൊ 4 + 6 എന്ന് പറയുമ്പോൾ 10/2 എന്ന് പറയുമ്പോൾ 5ന്റെ 2% എന്ന് പറയുമ്പോൾ 10 ലക്ഷം. 10 ലക്ഷത്തിന് CSR ആക്ടിവിറ്റീസ് ചെയ്യണം. ഇനി ഒറ്റ വർഷമല്ലെന്നുണ്ടെങ്കിൽ ആ വർഷത്തെ ടേൺ ഓവറിന് 2%. ഓക്കെ, എന്താ പറഞ്ഞാൽ ബിസിനസ് തുടങ്ങിയത് തന്നെ 2022-23 അതിൽ 6 കോടിയാണ്. അങ്ങനെയാണെങ്കിൽ 6 കോടിയാണ് ആവറേജ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ അതിന്റെ 2% 12 ലക്ഷം കൊടുക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അത് താഴെ നോട്ട് ഉണ്ട്. നോട്ട് നമ്പർ 1 താഴെ, where company has not completed period of 3 financial years since its incorporation, net profits during such immediately preceding financial years shall be considered. ഓക്കെ, ഇനി amount not spent, അതായത് to give reasons in board's report and transfer unspent amount. അത് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അതായത് നമ്മള് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 മാസമാണ് നോർമലി നമുക്ക് സമയം കിട്ടുക. 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ CSR ഇത് ചെയ്യണം. ഓക്കെ, 6 മാസത്തിനുള്ളിൽ നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് വേറെ സെക്ഷനിൽ പറയുന്നുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്നാല് എന്ത് ചെയ്യുക, ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ഇടുക, എന്നിട്ട് അത് ഇത്ര കാലത്തിനുള്ളിൽ ഉപയോഗിക്കുക. അതിൽ ഓൺ ഗോയിങ് പ്രൊജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നടക്കട്ടെ. ഓക്കെ, അടുത്ത നോക്കി, എക്സസ് എമൗണ്ട് സ്പെൻഡ് സെറ്റ് ഓഫ് ഫോർ സച്ച് നമ്പർ ഓഫ് സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ആൻഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മള് നേരത്തെ നോക്കുമ്പോൾ ഇത് വെച്ചിട്ട് 10 ലക്ഷം രൂപയുടെ ഒരു വർഷത്തിൽ നമുക്ക് ചെലവാക്കണ്ടേ? ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്തായാലും അടുത്ത വർഷങ്ങളൊക്കെ നമുക്ക് CSR ഉണ്ടാവും. കാരണം നമ്മുടെ ടേൺ ഓവർ കൂടുകയാണ്, 5 കോടി രൂപ കൂടുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. 10 ലക്ഷം രൂപക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കമ്പനി പിന്നെ ഒരു എന്താ പറയാ, എഡ്യൂക്കേഷൻ ഫോർ പുവർ എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് വിത്തൗട്ട് ഫീസ് പഠിപ്പിക്കുക കുട്ടികളെ. അപ്പൊ ഇത് ചെലവാക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു 25 ലക്ഷം ചെലവുണ്ട് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാം? ഈ 25 ലക്ഷം രൂപ ചെലവാക്കാം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവർക്ക് 10 ലക്ഷം ചെലവാക്കേണ്ട ഉത്തരവാദിത്തമുള്ളൂ. പക്ഷെ 25 ലക്ഷം ചെലവാക്കി എന്ന് പറഞ്ഞാൽ 15 ലക്ഷം ഒരു എക്സസ് അല്ലേ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും.
എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തിലും എന്തായാലും CSR ലയബിലിറ്റി വരും. ഓക്കെ, അപ്പൊ അടുത്ത വർഷം ഇപ്പൊ സപ്പോസ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഒരു 6 കോടി വന്ന് വിചാരിച്ചോ. അപ്പൊ എത്ര 12 ലക്ഷം അല്ലെ. അപ്പൊ 12 ലക്ഷം ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇനി 3 ലക്ഷം ഉണ്ട്. അതിന്റെ അടുത്ത വർഷം 7 കോടി ആവറേജ് വന്നു വിചാരിച്ചോ. അപ്പൊ എത്ര 14%. അപ്പൊ ഓൾറെഡി 3 ലക്ഷം ഉണ്ട്. ബാക്കി 11 ലക്ഷം കൂടി എന്ത് ചെയ്താൽ മതി, അവർ ചെലവാക്കിയാൽ മതി. അതാണ് ക്യാരി ഫോർവേഡ്. അപ്പൊ അതിന് വേറെ റൂൾസ് ഒക്കെ ഉണ്ട്. മാക്സിമം 3 വർഷമേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ third point. Okay, excess amount spent set off for such number of succeeding financial years and in such manner as may be prescribed. അപ്പോ third note, to immediate succeeding 3 financial years ലേത് പറ്റുള്ളൂ, subject to conditions that excess amount available for set off shall not include surplus arising out of CSR activities. Okay, അതെന്താ സംഭവം അറിയാം? സർപ്ലസ് അറൈസിങ് ഔട്ട് ഓഫ് CSR ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ പറയാം. ഞാൻ ഇപ്പം ഒരു സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തു ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് പഠനം കൊടുക്കുകയാണെങ്കിലാണല്ലോ, വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിലാണല്ലോ ഈ 25 ലക്ഷം ഇവരുടെ ചിലവായിട്ട് മാറുള്ളൂ അല്ലേ. ഇവർ എന്ത് ചെയ്യണം, വെറുതെ കുട്ടികൾക്ക് ഫീസൊന്നും വാങ്ങാണ്ട് കുട്ടികളെ പഠിപ്പിച്ചാൽ അവർക്കൊരു വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തു, ഒരു കുട്ടിയുടെ ഒരു വർഷത്തിൽ നിന്ന് 1000 രൂപ വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ ഈ സ്കൂളിൽ മൊത്തത്തിൽ ഒരു 500 കുട്ടികൾ വന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ കിട്ടും ഒരു വർഷത്തില്? 5 ലക്ഷം രൂപ കിട്ടും. ഈ 5 ലക്ഷം രൂപ എന്താക്കുക, ഇതിവിടെ ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? കമ്പനി ഒരു ബിസിനസ് നടത്തിയിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? അങ്ങനൊന്നും പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ നമ്മളെ നെറ്റ് പ്രോഫിറ്റ് ഒന്നും എടുക്കൂല. ഈ 5 ലക്ഷം എന്നുള്ളത് വീണ്ടും ഈ നമ്മളുടെ CSR ഫണ്ടിലേക്ക് ഇടുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ആവശ്യത്തിന്, നമുക്ക് ലിമിറ്റ് എന്നുള്ള 10 ലക്ഷമാണ് ആക്ച്വലി. പക്ഷെ ഈ 5 ലക്ഷം കൂടി കൂട്ടണം അതിന്റെ കൂട്ടത്തില്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഈ 5 ലക്ഷം രൂപ നമ്മൾ ഇതിൽ തന്നെ വീണ്ടും ചെലവാക്കി വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ നമ്മൾ 30 ലക്ഷം രൂപ ചെലവാക്കി വിചാരിച്ചോ. അപ്പോ ഈ 5 ലക്ഷം നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 5 ലക്ഷം നമ്മളെ കയ്യിൽ നിന്ന് ചെലവാക്കിയതല്ല, അതിൽ നിന്ന് കിട്ടിയ പൈസ നമ്മൾ അതിൽ തന്നെ കൊണ്ടുപോയിട്ടതാണ് അല്ലെ. അതായത് 30 ലക്ഷം നമ്മൾ ചെലവാക്കി, 10 ലക്ഷം നമുക്ക് ആക്ച്വലി വർഷത്തെ ഉത്തരവാദിത്തമുള്ളൂ. അപ്പൊ അതുകൊണ്ട് 20 ലക്ഷം നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റൂല. കാരണം 30 ലക്ഷം ചെലവാക്കിയതിൽ 5 ലക്ഷം ഇവിടുന്ന് കിട്ടിയ ഫീസാണ്. അപ്പൊ 25 ലക്ഷം തന്നെ നമുക്ക് സ്പെൻഡ് എമൗണ്ട് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 15 ലക്ഷം മാത്രമേ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാ പറഞ്ഞത്, എക്സസ് എമൗണ്ട് അവൈലബിൾ ഫോർ സെറ്റ് ഓഫ് ഷാൾ നോട്ട് ഇൻക്ലൂഡ് സർപ്ലസ് അറൈസിംഗ് ഔട്ട് ഓഫ് CSR ആക്ടിവിറ്റീസ്. ബോർഡ് ഷാൾ പാസ് എ റെസൊല്യൂഷൻ ടു ദാറ്റ് എഫക്ട്. എന്ന് പറഞ്ഞാൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ അത് ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കണം. ഇതൊക്കെ രാത്രി ഉറങ്ങിയില്ലേ പരിപാടിയൊക്കെ ആയിട്ട്? ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മിനിമം എന്താണ് 2% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേറെ 2 മാർഗങ്ങളുണ്ട്, ഞാൻ പിന്നീട് പറയാം. അതായത് ഒരു വർഷം നമ്മൾ ചെലവഴിക്കേണ്ട പൈസ നമ്മൾ ചെലവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് 2 മാർഗങ്ങളുണ്ട്. അതേപോലെ നമ്മൾ ചെലവാക്കിയ പൈസ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള വർഷങ്ങളിൽ നമുക്ക് CSR റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ എമൗണ്ടിനെ കണക്കാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ അൺസ്പെൻഡ് എമൗണ്ട് 2 സംഭവമാണ് ഉള്ളത്. ഇപ്പൊ നോക്കിക്കോ, ഇപ്പൊ ഇവർക്ക് CSR വന്നത്, ആവറേജ് നെറ്റ് പ്രോഫിറ്റ് വന്നത് 50 കോടി വന്ന് വിചാരിച്ചോ. 50 കോടി ആവറേജ് നെറ്റ് പ്രോഫിറ്റ്. ഇതിന്റെ 2% എന്ന് പറയുമ്പോ എത്ര? 1 കോടി അല്ലേ. ഇപ്പൊ 1 കോടി ഇവർ ചെലവാക്കണം. ഓക്കെ, അപ്പൊ ഇവർ ഈ 1 കോടി വെച്ചിട്ട് പിന്നെ എന്താ പറയാ, ഒരു പ്രൊജക്റ്റ് ഇവർ സ്റ്റാർട്ട് ചെയ്യണം. എന്താ പറഞ്ഞാല് സ്ലം ഡെവലപ്മെന്റ്. ഇപ്പൊ എന്താ പറഞ്ഞാൽ ഒരു ചേരി പ്രദേശത്ത് പോയിട്ട് അവര് എന്ത് ചെയ്യാ, അവിടെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ചെയ്യാ. എന്ന് പറഞ്ഞാൽ അവരൊന്ന് ഉയർത്തിക്കൊണ്ടുവരാ. അതാണ് സ്ലം ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് ചിലപ്പോൾ ടൈം ടേക്കിംഗ് പ്രോസസ് ആയിരിക്കും. ഒറ്റ വർഷം കൊണ്ട് ചിലപ്പോൾ തീർക്കാൻ പറ്റൂല. മനസ്സിലായോ? ഓക്കെ,
അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യണം, അപ്പൊ ഇവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യം എന്താണ്, ഇവര് കുറെ ഫുൾ ആദ്യം മൊത്തം ക്ലീൻ ചെയ്യേണ്ടി വരും, കുറെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെന്താണ്, ഇവിടെ വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ മതിലുണ്ടാക്കാനോ ഒക്കെ വേണ്ട രീതിയിലുള്ള എന്താ പറയാ പൊളിക്കലുകൾ ആവശ്യം ഉണ്ടാവും ചിലപ്പോ, അല്ലെ? ചിലപ്പോൾ ചിലത് പൊളിച്ചിട്ടേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാല് ഒരു വർഷത്തിലധികം ഇത് നീണ്ടു നിൽക്കുകയെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഈ 1 crore എന്നുള്ളത് ഇവർ ഈ വർഷത്തിൽ ചെലവാക്കേണ്ടതാണ്. ഈ എന്താ പറയാ, ഇപ്പൊ ഇവര് പക്ഷെ ഈ വർഷം കഴിയുമ്പോഴത്തേനും ഇവർ ആകെ ചെലവാക്കിയത് ഒരു 70 ലക്ഷമാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ 70 ലക്ഷം ചെലവാക്കിയെന്ന് പറയുമ്പോൾ ബാക്കി 30 ലക്ഷം എന്താണ്, അൺസ്പെൻഡ് എമൗണ്ട് ആണ്. പക്ഷെ ഈ അൺസ്പെൻഡ് എമൗണ്ടിന് കുഴപ്പമില്ല, കാരണം ഇതൊരു ഓൺഗോയിങ് പ്രൊജക്റ്റ് ആണ്. ഓൺഗോയിങ് പ്രൊജക്റ്റ് ആണ്, അല്ലാണ്ട് ഒരു സിംഗിൾ സാധനമല്ല. ഇപ്പൊ നമ്മള് ഒരു ഗവൺമെന്റ് ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കണം, അതൊരിക്കലും ഓൺഗോയിങ് പ്രൊജക്റ്റ് അല്ല. അല്ലെങ്കിൽ ഒരു 1 ടൈം ആയിട്ടുള്ള ഒരു സംഭവം. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ്, ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു സ്പോർട്സ് ഒക്കെ ഉണ്ട് ഇതില്. സ്പോർട്സിന് എന്തെങ്കിലും അതിന്റെ ഫെസിലിറ്റീസ് കൊടുക്കാന്നുള്ള സംഭവമാണ്. അപ്പൊ നമ്മള് വലിയൊരു ക്യാമ്പൊക്കെ വെച്ചിട്ട് ഒരാഴ്ചത്തെ ഒരു ക്യാമ്പ് കൊടുത്തു, ഒരു ഫുട്ബോൾ കോച്ചിങ് കുട്ടികൾക്ക്, ഒരു 10-15,000 കുട്ടികളൊന്നും അവരെ ചിലവ് മൊത്തം നമ്മൾ എടുത്തു. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അതൊന്നും അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിന് നമ്മൾ 1 കോടി മാറ്റി വെച്ചു, പക്ഷെ 70 ലക്ഷം ചെലവാക്കിയുള്ളൂ. അപ്പൊ ആ 30 ലക്ഷത്തിന് നമുക്ക് ഇത് ഓൺഗോയിങ് പ്രൊജക്റ്റ് അല്ലല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് ഈ റൂൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിപ്പോ സ്ലം ഡെവലപ്മെന്റ് ആണ്, മോർ ദാൻ 1 ഇയർ എടുക്കും. ഇപ്പൊ നമുക്ക് 70 ലക്ഷം ചെലവാക്കിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന അടുത്തൊരു പ്രിസ്ക്രൈബ്ഡ് ഒരു പീരീഡ് ഉണ്ട്, ആ പീരീഡിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 30 ലക്ഷം സ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഓൺഗോയിങ് പ്രൊജക്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു 10 വർഷമോ 20 വർഷമോ നീണ്ടു നിൽക്കുന്ന പ്രൊജക്റ്റുകൾ വെക്കാൻ പറ്റില്ല. അപ്പൊ അതിനെന്ത് ഉടായ്പ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓൺഗോയിങ് പ്രൊജക്ട് എന്ന് പറയുകയാണെങ്കിലും അതൊരു സമയബന്ധിതമായിട്ട് തീർക്കണം. ഓക്കെ, അപ്പൊ ഓൺഗോയിങ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നോക്കുക എന്താണ്. Ongoing project means a multi-year project undertaken by company in fulfillment of its CSR obligation, having timelines not exceeding 3 years, excluding financial year in which it was commenced. അപ്പോൾ ഏത് വർഷമാണോ സ്റ്റാർട്ട് ചെയ്തത് അത് എടുക്കണ്ട. അപ്പോൾ നമുക്ക് എന്ന് മുതൽ എന്ന് വരെ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നത് റിലവൻ്റേ അല്ല. കാരണം എന്ന് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് ആ വർഷം തന്നെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത 3 വർഷം ആൻഡ് ഷാൾ ഇൻക്ലൂഡ് സച്ച് പ്രൊജക്ട് ദാറ്റ് വാസ് ഇനീഷ്യലി നോട്ട് അപ്രൂവ്ഡ്. അത് വേറെ സംഭവമാണ്. അത് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ ഓൺഗോയിങ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആദ്യം ഒരു ഇത് തുടങ്ങിയത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, ഈ സ്ലമ്മിൽ തന്നെയുള്ള ഒരു 10 ആൾക്കാർക്ക് നമ്മൾ വീട് ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് ആദ്യം തീരുമാനിച്ചത്. അപ്പോൾ ഒരു വീട് നമ്മൾ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 5 ലക്ഷം കണ്ടു, അങ്ങനെ 5 ലക്ഷം ഉണ്ടാക്കി, അത് വെച്ചിട്ടുണ്ടാക്കി. പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി. പിന്നെ നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് ഈ സ്ലമ്മിലുള്ള മൊത്തം എല്ലാ ആൾക്കാർക്കും വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മളുടെ പ്രൊജക്ട് പ്രകാരം ഒരു 8 മാസം കൊണ്ട് നമ്മൾ പരിപാടി തീരും എന്താണ് ഒരു എസ്റ്റിമേഷൻ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അത് ഓൺഗോയിങ് പ്രൊജക്റ്റ് അല്ല. പക്ഷെ പിന്നീട് എന്തായി, നമ്മളുടെ പ്ലാന് മാറിയപ്പോൾ നമ്മുടെ പ്രൊജക്ടിന്റെ വലിപ്പം കൂടി. അപ്പൊ അത് ഓൺഗോയിങ് പ്രൊജക്റ്റ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാ പറഞ്ഞത്, ഷാൾ ഇൻക്ലൂഡ് സച്ച് പ്രൊജക്ട് ദാറ്റ് വാസ് ഇനീഷ്യലി നോട്ട് അപ്രൂവ്ഡ് ആസ് എ മൾട്ടി-ഇയർ പ്രൊജക്ട് ബട്ട് whose duration has been extended beyond 1 year by the board based on reasonable justification. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് ഓൺഗോയിങ് പ്രൊജക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഈ പൈസ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഫുൾ ഇയർ സമയമുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ തീർത്താൽ മതി. ഓക്കെ, ഇനി ഇതിൽ നോക്കിയ എമൗണ്ട് നോട്ട് സ്പെൻഡ് എന്ത് ചെയ്യാനാ പറഞ്ഞത്, ടു ഗീവ് റീസൺസ് ഇൻ ബോർഡ്സ് റിപ്പോർട്ട്. നമ്മൾ പഠിച്ച ബോർഡ്സ് റിപ്പോർട്ടിൽ ഇതിന്റെ റീസൺസ് പറയണം. ആൻഡ് ട്രാൻസ്ഫർ അൺസ്പെൻഡ് എമൗണ്ട് ടു ഫണ്ട് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7 എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓൺഗോയിങ് പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രശ്നമില്ല. പക്ഷെ ഓൺഗോയിങ് പ്രൊജക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ സ്പെൻഡ് ചെയ്യാത്ത ഈ അൺസ്പെൻഡ് എമൗണ്ടിനെ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എമൗണ്ട് നോട്ട് സ്പെൻഡ് ടു ഗീവ് അത് ബോർഡ്സ് റിപ്പോർട്ടിൽ അത് പറയണം. ആൻഡ് ട്രാൻസ്ഫർ അൺസ്പെൻഡ് എമൗണ്ട് ടു ഫണ്ട് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7 വിത്തിൻ പീരീഡ് ഓഫ് 6 months ഓഫ് ദി എക്സ്പയറി ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. 6 മാസത്തിനുള്ളിൽ പുതിയ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് മാറ്റണം. ഇനി ഇഫ് അൺസ്പെൻഡ് എമൗണ്ട് റിലേറ്റ്സ് ടു എനി ഓക്കെ അത് അപ്പോൾ അൺഗോയിങ് എന്താ പറയാ
ഓൺഗോയിങ് പ്രൊജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഈ അൺസ്പെൻഡ് എമൗണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇത് നോക്കിക്കോ. അതർവൈസ് ഓൺഗോയിങ് പ്രൊജക്ട് ഞാൻ പറയാം, നമുക്ക് ഈ ഓർഡറിൽ പോവാതെ. ഓക്കെ, അപ്പോൾ ഓക്കെ, അൺസ്പെൻഡ് എമൗണ്ട് റിലേറ്റിംഗ് ടു ഓൺഗോയിങ് പ്രൊജക്ട് ഷാൾ ബി ട്രാൻസ്ഫേർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഓക്കെ ഓക്കെ അൺസ്പെൻഡ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഓൺഗോയിങ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഷാൾ ബി ട്രാൻസ്ഫേർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഫ്രം ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ടു എ സ്പെഷ്യൽ അക്കൗണ്ട്. This account is to be opened by company in that behalf for that financial year in any scheduled bank to be called as unspent corporate social responsibility account. Okay, such amount shall be spent by the company within a period of 3 financial years. എന്തുകൊണ്ടാണ് 3 financial years? ഓൺഗോയിങ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ അതിന് മാക്സിമം കൊടുത്തിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ 3 വർഷമാണ് അല്ലേ. അപ്പോൾ ആ 3 വർഷത്തിനുള്ളിൽ ഈ അൺസ്പെൻഡ് എമൗണ്ട് നമ്മൾ തീർക്കണം. ഫ്രം ദി ഡേറ്റ് ഓഫ് സച്ച് ട്രാൻസ്ഫർ. In case of failure to spend, company shall transfer same to a fund specified in Schedule 7. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ within period of 30 days from the date of completion of third financial year. അതായത് നേരത്തെ നമ്മൾ സംഭവം പറഞ്ഞിട്ടുണ്ട്, ഏതാ അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, അതെന്താ ചെയ്യാന്നുള്ള നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഓൺഗോയിങ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ അൺസ്പെൻഡ് എമൗണ്ട് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. അതിന്റെ പേരാണ് എന്ത്, പിന്നെ അൺസ്പെൻഡ് CSR അക്കൗണ്ട് എന്നുള്ളത്. ഓക്കെ, അതിൽ നിന്ന് 3 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഫണ്ട് ഉപയോഗിക്കണം. ഓക്കെ, ഇനി അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടും ഈ ഫണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഇയർ എൻഡിൽ നിന്ന് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷെഡ്യൂൾ 7 പ്രകാരമുള്ള ആ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, ഓക്കെ, നിങ്ങൾ കുറച്ച് പേജിൽ മറിച്ച് എന്തൊക്കെയാണ് CSR ആക്ടിവിറ്റീസ് എന്നുള്ളത് നോക്കാം. ഷെഡ്യൂൾ 7 പ്രകാരമുള്ള. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്, ഒന്ന് CSR ആർക്കാണ് അപ്ലിക്കബിൾ ആവുക? 500 കോടി നെറ്റ് വർത്ത്, 1000 കോടി ടേൺ ഓവർ, 5 കോടി നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, യെസ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പോൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? പ്രീവിയസ് 3 ഇയേഴ്സിന്റെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിന്റെ 2%. ഓക്കെ, ഏതെങ്കിലും എമൗണ്ട് അൺസ്പെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓൺഗോയിങ് പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. 3 വർഷത്തിനുള്ളിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. ഇനി എമൗണ്ട് സ്പെൻഡ് ചെയ്തത് അധികമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇയറിലേക്കുള്ള നമ്മളുടെ പേയബിൾ എമൗണ്ടിലേക്ക് അതിനെ കണക്കാക്കാൻ പറ്റും. മാക്സിമം 3 വർഷമേ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ജസ്റ്റ് വായിക്കാനുള്ളൂ. ഷെഡ്യൂൾ 7 പറയുന്ന ഏതൊക്കെയാണ് ഈ CSR ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ ഒന്ന്, ഇറാഡിക്കേറ്റിംഗ് ഹങ്കർ, പോവർട്ടി, malnutrition, promoting health care and sanitation, including contribution to Swachh Bharat Kosh. എന്ന് പറഞ്ഞാൽ അതൊരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എന്താണോ നമ്മൾ CSR ഫണ്ട് നേരെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. എന്താ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്താ? ഡിസേബിൾഡ് അല്ല. ആഷിഫ, നമുക്ക് പരിചയമുണ്ടാവും. ബുദ്ധിസ്റ്റ് എന്താ പറയാ, ബുദ്ധിസ്ഥിരത ഇല്ലാത്ത കുട്ടികൾക്ക്
അവർക്ക് കൊടുക്കണം. അതിനാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് എൻഹാൻസിംഗ് വൊക്കേഷൻ സ്കിൽസ് ആൻഡ് ലൈവ്ലിഹുഡ് എൻഹാൻസ്മെന്റ് പ്രൊജക്ട്സ്. ഓക്കെ, പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാലിറ്റി, എംപവറിംഗ് വുമൻ, സെറ്റിംഗ് അപ്പ് ഹോംസ് ആൻഡ് ഹോസ്റ്റൽസ് ഫോർ വുമൻ ആൻഡ് ഓർഫൻസ്, സെറ്റിംഗ് അപ്പ് ഓൾഡ് ഏജ് ഹോംസ്, ഡേ കെയർ സെന്റേഴ്സ്, അതർ ഫെസിലിറ്റീസ് ഫോർ സീനിയർ സിറ്റിസൺസ് and measures for reducing inequalities faced by backward groups. Okay, explain cheyidallo. Ensuring environmental sustainability, ecological balance, protection of flora and fauna, adu sano nature ne parayana. Animal welfare, agroforestry, conservation of natural resources and maintaining quality of soil, air and water, including contribution to clean Ganga fund. അപ്പോൾ അടുത്ത കോൺട്രിബ്യൂഷൻ ആയി. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹെറിറ്റേജ്, ആർട്ട്, കൾച്ചർ, ഇൻക്ലൂഡിംഗ് റീസ്റ്റോറേഷൻ ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് സൈറ്റ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് വർക്ക് ഓഫ് ആർട്ട്, സെറ്റിംഗ് അപ്പ് പബ്ലിക് ലൈബ്രറീസ്, പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ട്രഡീഷണൽ ആർട്സ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്, മെഷേഴ്സ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ആംഡ് ഫോഴ്സസ് വെറ്ററൻസ്, വിരമിച്ച ആൾക്കാർ, റിട്ടയർ ചെയ്ത ആൾക്കാർ, വാർ വിഡോസ് ആൻഡ് ദെയർ ഡിപ്പെൻഡൻസ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്, സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് വെറ്ററൻസ് ആൻഡ് ദെയർ ഡിപ്പെൻഡൻസ്. ഓക്കെ, അപ്പോൾ ആംഡ് ഫോഴ്സസിൻ്റെ, അതുപോലെ സെൻട്രൽ ആംഡ് ഫോഴ്സസിൻ്റെ, പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ, ഇതിലത്തൊക്കെ വെറ്ററൻസ്, പിന്നെ വാർ വിഡോസ്, ഇവരുടെ ഒക്കെ ഡിപ്പെൻഡൻസ്. Training to promote rural sports, nationally recognized sports, Paralympic sports and Olympic sports. Contribution to Prime Minister's National Relief Fund, PM KS 30 Fund, any other fund set up by the central government for socio-economic development and relief and welfare of SC, ST, OBC, minorities and women. കോൺട്രിബ്യൂഷൻ ടു ഇൻക്യുബേറ്റേഴ്സ്. എന്താ ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ GST ഞാൻ പറഞ്ഞതുണ്ട്. ഇൻക്യുബേറ്റേഴ്സ് സ്റ്റാർട്ടപ്പുകളാണ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയാം. ഓർ റിസർച്ച് ഡെവലപ്മെന്റ് പ്രൊജക്ട്സ്, ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ IT മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾ. കോൺട്രിബ്യൂഷൻസ് ടു ഇൻക്യുബേറ്റേഴ്സ് ഓർ റിസർച്ച് ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് ഫണ്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ എനി ഏജൻസി ഓർ PSU ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, ആൻഡ് കോൺട്രിബ്യൂഷൻസ് ടു public funded universities, IITs, national laboratories, autonomous bodies under DIE, DBT, DST, DOP, Ayush, MEIDI and other research bodies. അതിന്റെ ഫുൾ ഫോം എന്താ? റൂറൽ ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾ, സ്ലം ഏരിയ ഡെവലപ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻക്ലൂഡിംഗ് റിലീഫ്, റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി ഇതല്ലാണ്ട് ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ കുറേ സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. സ്പെൻഡിങ് ഓഫ് CSR ഫണ്ട്സ് ഫോർ ക്യാരിങ് ഔട്ട് അവയർനെസ് ക്യാമ്പയിൻസ്, പ്രോഗ്രാംസ് ഓർ പബ്ലിക് ഔട്ട്റീച്ച് ക്യാമ്പയിൻസ് ഓൺ COVID-19 വാക്സിനേഷൻ പ്രോഗ്രാം റിലേറ്റിംഗ് ടു പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് കെയർ ഇൻക്ലൂഡിംഗ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ആൻഡ് സാനിറ്റേഷൻ, പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പുതിയ കോവിഡ് വകഭേദത്തിന്റെ പേരെന്താ? JN ഫണ്ട്. പുതിയ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? Setting up a makeshift hospitals and temporary COVID care facilities relating to promotion of health care, including preventive health care and disaster management. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മളെ കാസർഗോഡ് പിന്നെ ഈ കുറേ കാലമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാസർഗോഡ് അങ്ങനെ പബ്ലിക് ഹെൽത്ത് സംഭവങ്ങൾ കുറവാണ്. നല്ല ഹോസ്പിറ്റലൊന്നുമില്ല, മെഡിക്കൽ കോളേജ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ടാറ്റൻ്റെ CSR ഫണ്ട് വെച്ചിട്ട് 40 കോടി ചിലവാക്കിയിട്ട് ഒരു ടെമ്പററി ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നേഴ്സൊക്കെ വെച്ചിട്ട്, കണ്ടെയ്നർ ഹോസ്പിറ്റൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. വളരെ നല്ല രീതിയിൽ അത് പരിപാലിച്ചത് കൊണ്ട് വേഗം നശിച്ചുപോയി, മൊത്തം നശിച്ചുപോയി. കണ്ടെയ്നേഴ്സ് ആണല്ലോ, അപ്പോൾ തുരുമ്പിടിക്കാനകത്ത് അപ്പോൾ നല്ലോണം പരിപാലിക്കണം, അല്ലെങ്കിൽ പോകും. അപ്പോൾ ടാറ്റൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അവർ കാസർഗോഡ് കോവിഡിൻ്റെ സമയത്ത് വല്ലാണ്ട് അറിഞ്ഞത്. കാരണം വെച്ചാൽ മംഗലാപുരത്തേക്കുള്ള ബോർഡറൊക്കെ അവർ അടച്ചു കളഞ്ഞു. ഓർമ്മ ഉണ്ടാവും നോക്കിയപ്പോൾ. അതായത് അപ്പോൾ കാസർഗോഡിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുക മംഗലാപുരമുള്ള ഹോസ്പിറ്റൽസൊക്കെയാണ്. മൊത്തം എല്ലാം റെയിൽവേ സ്റ്റേഷനും
എയർപോർട്ടൊക്കെ മംഗലാപുരമാണ് അവർ പോവാ. പക്ഷെ അവരെന്താക്കി വെച്ചാൽ കോവിഡ് വന്നപ്പോൾ അവർ അതിർത്തി അടച്ചു. പിന്നെ കാസർഗോട്ടേക്ക് എന്തെങ്കിലും പ്രശ്നം എന്തിനുണ്ടെങ്കിൽ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരണം. അപ്പൊ എത്ര ദൂരം ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ പിന്നെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ സമയത്താണ് ഇവർ ഈ സാധനം കൊടുത്തത്. അത് CSR ആണ്, അതുകൊണ്ടുകൂടി ഞാൻ പറഞ്ഞത്. അപ്പൊ പക്ഷെ അത് മൊത്തം പോയി നമ്മളെ അവസ്ഥ. ഓക്കെ, അപ്പൊ സെറ്റിംഗ് അപ്പ് മേക്ക് ഷിഫ്റ്റ് ഹോസ്പിറ്റൽസ്, അതാണ് ഈ സംഭവം കേട്ടോ. ഇത് വെച്ചിട്ടാണ് CSR പെട്ടത്. മേക്ക് ഷിഫ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ടെമ്പററി കോവിഡ് കെയർ ഫെസിലിറ്റീസ് റിലേറ്റിംഗ് ടു പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് കെയർ ഇൻക്ലൂഡിംഗ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. Spending of CSR funds for creating health infrastructure for COVID care, establishment of medical oxygen generation and storage plants, manufacturing and supply of oxygen concentrators, ventilators, cylinders and other medical equipment for countering COVID-19 or similar such activities are eligible CSR activities relating to promotion of health care. Reference is also drawn to item number 9 of Schedule 7, which permits contribution to specific research and development projects as well as contribution to public funded universities and certain organizations engaged in the conducting research in science, technology, engineering and medicine as eligible CSR activities. Company including government companies may undertake activities or project or program using CSR funded directly by themselves or in collaboration as shared responsibility with other companies subject to fulfillment of company. Okay, spending of CSR funds for COVID-19 vaccination for persons other than the employees and their families. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ആ കമ്പനിയിലത്തെ എംപ്ലോയീസിനും അവരുടെ ഫാമിലിക്കും വാക്സിൻ കൊടുക്കുക എന്നുള്ളത് CSR ഫണ്ട് ഉപയോഗിച്ച് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അല്ലാത്ത ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക്കിന്. ഇപ്പോൾ എംപ്ലോയീസിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ, എംപ്ലോയീസിന് കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ് ആണ്, അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവും, കമ്പനിക്ക് ഗുണം ഉണ്ടാവും അല്ലേ? അപ്പം അത് പറ്റില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ ജനറൽ പബ്ലിക്കിന് വാക്സിനേഷനുള്ളത് ചെയ്യാം. സ്പെൻഡിങ് ഓഫ് CSR ഫണ്ട് ഫോർ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ, അത് ഓർമ്മ ഉണ്ടോ? എല്ലാ വീട്ടിലും കൊടി വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടായതല്ലേ ഈ 75ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ സമയത്ത്. അപ്പോൾ അതിനൊക്കെ എടുത്തിട്ട് CSR ആക്ടിവിറ്റി കയറ്റിയിട്ടുണ്ട്. Such as mass scale production and supply of the national flag, outreach and amplification efforts and other related activities are eligible CSR activities pertaining to promotion of education related to culture. Okay, അപ്പോൾ അതൊക്കെയാണ് CSR ആക്ടിവിറ്റീസ്. ഓക്കെ, ഒന്ന് വേഗം ഓടിച്ചു നോക്കിയോ, വായിച്ചു നോക്കിയോ.
ഇപ്പൊ കോവിഷീൽഡ് ആരായിരുന്നു? ആ, അതിനെ ഇന്ത്യയിലേക്ക് ആക്കിയതാണ് അല്ലേ? ശരി ശരി. എവിടെ കണ്ടുപിടിച്ചപ്പോ അത്? ഇന്നലാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ ഓക്കെ. പിന്നെ ഇതില് പറഞ്ഞിട്ടുള്ള കുറെ ഫണ്ടുകളില്ലേ? ഇപ്പൊ കോൺട്രിബ്യൂഷൻ സ്വച്ഛ് ഭാരത് കോശ്, പിന്നെ അതുപോലെ ക്ലീൻ ഗംഗ ഫണ്ട്, പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്, PMKS ഫണ്ട്, എനി അതർ ഫണ്ട് സെറ്റപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ആ, ഇത് ഈ ഫണ്ടുകളിലേക്ക് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടല്ലോ, അൺസ്പെൻഡ് എമൗണ്ട് വന്നാലേ ഓൺ ഗോയിങ് പ്രൊജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വർഷം വരെ നമുക്ക് അതിന് മാറ്റി വെക്കാൻ പറ്റും. ഓക്കെ, അല്ലാത്ത അൺസ്പെൻഡ് എമൗണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഡയറക്ട്ലി ഇങ്ങനത്തെ ഫണ്ടുകളിൽ കൊടുത്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉടനെ തന്നെ 6 മാസം സമയമുണ്ട്. ഓക്കെ, അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഓൺ ഗോയിങ് പ്രൊജക്റ്റ് ഒന്നും ചെയ്യണില്ല. എന്താ പറയാ, എന്താണ് ഓൺ ഗോയിങ് പ്രൊജക്റ്റ് അല്ലാത്ത ഒരു വർഷത്തിൽ കുറവുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്തത്. പക്ഷെ അത്രയും ഫുൾ ഫണ്ട് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ അൺസ്പെൻഡ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ കൊടുത്തിടുക. ഇനി നേരത്തെ പറഞ്ഞിട്ട് ഓൺ ഗോയിങ് പ്രൊജക്റ്റ് ആണ്, 3 വർഷം അതിന് സമയമുണ്ട്. പക്ഷെ 3 വർഷം കഴിഞ്ഞിട്ടും ഈ ഫുൾ ഫണ്ട് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടുന്ന് 30 ഡേയ്സിന്റെ ഉള്ളിൽ ഉടനെ തന്നെ, മറ്റേതാകുമ്പോൾ 6 മാസം സമയമുണ്ട്, ഇതാകുമ്പോൾ 30 ഡേയ്സ് സമയം ഉണ്ടാവുള്ളൂ. 30 ഡേയ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഷെഡ്യൂൾ 7 ഏതെങ്കിലും ഫണ്ടുകളിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഇവിടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇഫ് അൺസ്പെൻഡ് എമൗണ്ട് റിലേറ്റ്സ് ടു എമൗണ്ട് നോട്ട് സ്പെൻഡ് ഗീവ് റീസൺസ് പറഞ്ഞു. എന്നിട്ട് ആൻഡ് ട്രാൻസ്ഫർ അൺസ്പെൻഡ് എമൗണ്ട് ടു ഫണ്ട് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7 വിത്തിൻ പീരീഡ് ഓഫ് 6 months ഓഫ് ദി എക്സ്പയറി ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അത് എപ്പോൾ വേണ്ട, ഓൺ ഗോയിങ് പ്രൊജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഓൺ ഗോയിങ് പ്രൊജക്ട്സ് ആണെങ്കിലും ഇൻ കേസ് ഓഫ് ഫെയിലിയർ ടു സ്പെൻഡ് കമ്പനി ഷാൽ ട്രാൻസ്ഫർ സെയിം to a fund specified in schedule 7 within a period of 30 days from the date of the completion of 3rd year. Okay, ഓക്കെ, ഇനി ഈ പേജ് എടുത്തേ. മീനിങ് ഓഫ് CSR, പേജ് നമ്പർ 22. ഓക്കെ, അപ്പൊ CSR എന്ന് പറഞ്ഞാല് എന്താണ്? ഷെഡ്യൂൾ 7 പറയുന്ന കാര്യങ്ങളിലേക്ക്, ആ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഫണ്ട്, കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിന്റെ ഭാഗം ഫണ്ട് നമ്മൾ ചെലവഴിക്കാന്നുള്ളതാണ്. അപ്പൊ അതില് എക്സ്പ്രസ്ലി കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. ഷാൾ നോട്ട് ഇൻക്ലൂഡ് ദി ഫോളോയിങ്. ഓക്കെ, ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ദി കമ്പനി. ഓക്കെ, എന്താന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സ്കൂളാന്ന് വിചാരിച്ചോ, സ്കൂളാണ്. ഓക്കെ, ഈ സ്കൂളിൽ എന്തുണ്ടാവും, പല വിഭാഗം ആൾക്കാർ എന്താ പറയാ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ സ്കൂളിന് ഓൾറെഡി ഒരു പദ്ധതി ഉണ്ട്, എന്ത്, സ്കൂളിൽ പഠിക്കുന്ന പുവർ പീപ്പിളിന് ഫീസ് കുറച്ച് കൊടുക്കുക എന്നുള്ള പരിപാടി. ഓക്കെ, അപ്പൊ അങ്ങനെ ഫീസ് കുറച്ച് കൊടുക്കുന്നതിലൂടെ സ്കൂളിന് ഉണ്ടാകുന്ന ഒരു വരുമാന നഷ്ടം ഉണ്ടല്ലോ, അതിനെ നമുക്ക് CSR ഫണ്ടിൽ നിന്ന് എടുത്ത് നികത്താൻ പറ്റൂല. അല്ലെങ്കിൽ എന്താണ്, ഇതൊരു ഡ്യൂറിങ് ഓർഡിനറി കോഴ്സാണ്. ആ സ്കൂളിന്റെ ഒരു ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിലുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ, അവരുടെ ബിസിനസ് എന്താണോ ആ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ ടു പുവർ കൊടുക്കുക എന്നുള്ളത് CSR ആക്ടിവിറ്റിയിൽ പെട്ട ഒന്നാണല്ലോ. അപ്പൊ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് ഇവിടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഇവർക്ക് CSR ആക്ടിവിറ്റിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമുക്കൊരു ഹോസ്പിറ്റൽ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഹോസ്പിറ്റൽസിൽ ഇവർ എന്ത് ചെയ്യാണ്, ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഫ്രീ മെഡിസിൻസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഫ്രീ ടെസ്റ്റിംഗ് കൊടുക്കുകയാണ്. അപ്പൊ അത് CSR ആക്ടിവിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ പറഞ്ഞത്, നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ. രണ്ടാമത്തത് ആക്ടിവിറ്റി അണ്ടർടേക്കൺ ബൈ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ.
CSR പ്രശ്നം എന്തിനാ CSR കൊണ്ടുവന്നത്? ഇന്ത്യൻ സൊസൈറ്റിക്ക് ഗുണം കിട്ടണം എന്നാണല്ലോ അതിന്റെ ഉദ്ദേശം. അല്ലാണ്ട് പുറമേക്കാർക്ക് പിന്നെ മൊത്തം മനുഷ്യന്മാർക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം എന്തായാലും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ നാഷണലിസത്തിന്റെ ആൾക്കാരാണ്. ഓക്കെ, അപ്പോ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് CSRന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് പുറത്തേക്കുള്ള ആക്ടിവിറ്റീസ് ഒന്നും പുറത്ത് നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്യുക, ഇപ്പൊ വേറെ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ പുവർ പീപ്പിളിന് ഫുഡ് കൊടുക്കുക, അതൊന്നും പറ്റൂല. ഹങ്കർ അത് പറ്റില്ല. വല്ല സോമാലിയിലോ പോയി പറ്റൂല, അതൊന്നും കാര്യമില്ല. എന്താണ്, ഇന്ത്യയിലായിരിക്കണം. പക്ഷേ ഇന്ത്യക്ക് പുറത്തേക്ക് സ്പോർട്സിന്റെ ഭാഗമായിട്ട് പോകുന്ന ആൾക്കാരെ അവരുടെ കാര്യങ്ങൾ ചെയ്തു, ഇപ്പൊ അവരെ സ്പോൺസർ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്ക് പുറത്താണ് അവർ പോകണമെന്നുണ്ടെങ്കിലും സംഭവം ഇന്ത്യയിലാണല്ലോ അതിന്റെ ഗുണം അല്ലെ. അപ്പൊ അത് പറ്റും. അപ്പൊ ആക്ടിവിറ്റി അണ്ടർടേക്കൺ ബൈ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ എക്സെപ്റ്റ് ഫോർ ട്രെയിനിങ് ഓഫ് ഇന്ത്യൻ സ്പോർട്സ് പേഴ്സണൽ റെപ്രസെന്റിംഗ് എനി സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി അറ്റ് നാഷണൽ ലെവൽ ഓർ ഇന്ത്യ അറ്റ് ഇന്റർനാഷണൽ ലെവൽ. മൂന്നാമത്തത് കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി. CSR ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാ പിന്നെ സുഖമല്ലോ. ആക്ടിവിറ്റീസ് ബെനിഫിറ്റിംഗ് എംപ്ലോയീസ് ഓഫ് കമ്പനി. നേരത്തെ നമ്മളെ വാക്സിന്റെ കാര്യത്തിലും ഇതേ കാര്യം പറഞ്ഞു. അതായത് ഇപ്പോ ഇവർ തീരുമാനിക്കണത് എന്നാ പിന്നെ നമ്മളുടെ എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാരുടെ കുട്ടികൾക്കൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാം. എഡ്യൂക്കേഷൻ ആണല്ലോ, അല്ലെങ്കിൽ ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കാം, അങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ സ്പോർട്സ് കോച്ചിങ് കൊടുക്കുക. അപ്പൊ അത് സ്വാഭാവികമായിട്ടും എംപ്ലോയീസിന്റെ മക്കൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു പെർക്വിസിറ്റ് ആണത്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കമ്പനിക്ക് ഇൻഡയറക്ട്ലി ഗുണം ഉണ്ടാകും, അവർ കൂടുതൽ ലോയൽ ആകും അല്ലെ. അപ്പൊ അത് പറ്റില്ല. അല്ലാത്ത എംപ്ലോയീസിന് കൊടുക്കുന്നത് പറ്റില്ല, ബാക്കി പുറമേക്കാർക്ക് കൊടുത്താലേ കിട്ടുള്ളൂ. ആക്ടിവിറ്റീസ് സപ്പോർട്ടഡ് ബൈ കമ്പനീസ് ഓൺ സ്പോൺസർഷിപ്പ് ബേസിസ് ഫോർ ഡിറൈവിംഗ് മാർക്കറ്റിംഗ് ബെനിഫിറ്റ്സ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു ഹെർബൽ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി വിചാരിച്ചു, ഉദാഹരണം പറയാം. അപ്പൊ അവരെന്ത് ചെയ്യാണ്, പിന്നെ ഇതേപോലെ ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നത് വിചാരിച്ചോ. ആ പ്രോഗ്രാമിനെ മൊത്തത്തിലാണ്ട് സ്പോൺസർ ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ്, എൻവയറമെന്റ്, എക്കോളജി ഒക്കെ പറയാം അല്ലെ, അഗ്രികൾച്ചർ പോട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി എന്ന് വിചാരിച്ചോ. എൻവയറമെന്റ് പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ എക്കോളജിയോ അതുമായി ബന്ധപ്പെട്ട പരിപാടിയാന്ന് വിചാരിച്ചോ. ഇപ്പൊ പരിപാടി മൊത്തം ഒരു സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു. സ്വാഭാവികമായിട്ടും സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് എന്താ ഉണ്ടാവുക, മൊത്തം അവരുടെ ഫ്ലക്സ് അവിടെ ഉണ്ടാവും അല്ലെ. ബാക്കിലുള്ള മറ്റേ ഈ സ്റ്റേജിന്റെ ബാക്കിലുള്ള വലിയ സ്ക്രീൻ ഉണ്ടാവും, അതിൽ ഇവരെ പേരുണ്ടാവും, ഇടക്കിടക്ക് പരസ്യം വരുന്നുണ്ടാവും, ഇവരെ പ്രൊഡക്റ്റ് ഉണ്ടാവും, ഒക്കെ വരും അല്ലെ. എന്ന് പറഞ്ഞാല് ഇവര് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവരുടെ മാർക്കറ്റിംഗ് ആണ്, ഇവരുടെ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് ആണ്, ഇവരുടെ അഡ്വർടൈസ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിന് IPL വന്നിട്ട് സ്പോൺസർ ചെയ്ത് വിചാരിച്ചോ. അപ്പൊ IPL നമുക്കറിയാലോ, IPL ഒരു ജേഴ്സി നോക്കിയാൽ ജേഴ്സിയിൽ കളർ പോലും മനസ്സിലാവില്ല, അതിന് മാത്രം പരസ്യം ഉണ്ടാവും. ജേഴ്സിയിൽ മൊത്തം പരസ്യമാണ്, പരസ്യം കൊണ്ട് പരസ്യം അല്ലെ. IPL എന്നൊക്കെ പറഞ്ഞാല് ഈ 2020 ഇവിടെ ടെസ്റ്റ് കളിക്കുമ്പോൾ പോലും പിന്നെ ടൈം ഔട്ട് എന്ന് പറഞ്ഞ പരിപാടിയൊന്നും ഇല്ല. ടെസ്റ്റ് പറഞ്ഞ 5 ദിവസമുള്ള കളിയാണ് അല്ലേ. പക്ഷെ IPL ഇടയിൽ 10 ഓവർ കഴിഞ്ഞാൽ ടൈം ഔട്ട് ഉണ്ട്. ടൈം ഔട്ട് പറഞ്ഞാൽ ഒന്നുമില്ല, 2.5 മിനിറ്റ് പരസ്യം. സ്ട്രാറ്റജിക് ടൈം ഔട്ട് അതന്നെ, പരസ്യമാണ്, വേറെ ഒന്നുമല്ല. അതിന് വേണ്ടി അല്ലാണ്ട് കളിക്കാർക്ക് വെള്ളം കുടിക്കാറെന്നല്ല ടൈം ഔട്ട് കൊടുത്തിക്കണേ. അങ്ങനെ ആദ്യം കൊടുക്കേണ്ട ടെസ്റ്റിലും ODIയിലൊക്കെയാണ്, അത് കൊടുക്കണല്ലോ. അല്ലെങ്കിൽ ഇന്റർനാഷണൽ T20 മാച്ചസിലൊന്നും അതില്ലല്ലോ, IPL മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അഡ്വർടൈസ്മെന്റ് ഭാഗമായിട്ട് അവർ ചെയ്യുന്ന എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടൂല. ആക്ടിവിറ്റീസ് carried out for fulfillment of any other statutory obligations under any law in force in India. അത് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെ പറയാ, അതായത് ഇപ്പൊ PF ഒക്കെ അല്ലേ, PF ഗ്രാറ്റുവിറ്റി ഒക്കെ തന്നെ ഒരു കമ്പനിയുടെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ അല്ലെ. അപ്പൊ PF എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ, അപ്പൊ അതിനൊക്കെ ഏതെങ്കിലും തരത്തില് എന്താണ് ആൾക്കാർ ഒന്നാമത് അത് എംപ്ലോയീസ് ആണ്, ഒരു പ്രശ്നമുണ്ട്. എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊന്നും CSR എടുക്കാൻ പറ്റില്ല. പിന്നെ വേറെ സംഭവം ഞാൻ പറയാം, ഇപ്പൊ ഇതിന്റെ ഒരു ഇതാണ്, അതായത് ഇപ്പൊ ഈ നിങ്ങൾ ഈ എറണാകുളത്തൊക്കെ പോയാല് കണ്ടിട്ടുണ്ടാവും, മെട്രോന്റെ ഒക്കെ കാല് കണ്ടിട്ടില്ലേ, മെട്രോന്റെ ഒക്കെ കാല് കണ്ടിട്ടില്ലേ, മെട്രോന്റെ തൂണുകളില്ലേ, എറണാകുളത്ത് പോയതിന്റെ ആവശ്യം. ഈ മെട്രോന്റെ തൂണിന്റെ ഇടയിലൊക്കെ കുറെ ചെടിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടോ. ഇവിടെ
ഇവിടെ അവിടെ ചെടി ചില റോഡ് സൈഡിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചെടികളൊക്കെ എങ്ങനെയാണ് നല്ലപോലെ വളരണത്? അതിന് ആരാ വെള്ളം ഒഴിച്ച് കൊടുക്കണത്? ആന്നല്ല, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ചില ആൾക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ അവിടെ ഒരു കുറ്റിയാണ് ഉണ്ടാവും, മെയിൻറ്റെയിൻ ആയിട്ട് ഇതൊക്കെ ഈ ബൈന്ന് കണ്ട് വരെ പേര് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അതൊരു അഡ്വർടൈസ്മെന്റ് ആണ്. മനസ്സിലായ ആ ഒരു സംഭവം ഉണ്ട്. അപ്പോ കോർപ്പറേഷൻ കൊച്ചിയിലാണ്ടോ അങ്ങനെ, ബാക്കിയുള്ളത് അങ്ങനെ എനിക്കറിയില്ല. കൊച്ചിയിൽ കോർപ്പറേഷൻ ചെയ്തെന്ന് വെച്ചാല് അവർക്ക് അവർ അഡ്വർടൈസ്മെന്റ് വെക്കാം. എന്ന് പറഞ്ഞാല് അതൊരു മാർക്കറ്റിംഗ് ആണല്ലോ. അതിന് പകരം എന്ത് ചെയ്യാം, അവർക്ക് അതിന് പകരം എന്ത് ചെയ്യണം, അവിടുത്തെ ചെടിയും സംഭവങ്ങളൊക്കെ അവർ പരിപാലിക്കണം. അതാണ് സംഭവം. അപ്പൊ ഈ ചെടി പരിപാലിക്കാൻ വരുന്ന ചിലവർക്ക് CSR എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റൂല. കാരണം അത് കോർപ്പറേഷൻ നിയമപ്രകാരം അവർ ചെയ്യേണ്ട കാര്യമാണ്. ശരിയല്ലേ? ചെടി ഇതാക്കുന്ന എൻവയറമെന്റ് അല്ലേ, എക്കോളജി അല്ലേ. അപ്പൊ അതിന് വരുന്ന ചെലവ് അവർക്ക് അത് രണ്ട് രീതിയിലും പറയാം. അത് മാർക്കറ്റിംഗ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അവർക്കൊരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് കോർപ്പറേഷന്റെ ഒരു ഇതാണ്, നിയമമൊന്നും അല്ല. എന്നാലും അതേ എന്ന് പറഞ്ഞാൽ അതിന് അവർക്ക് അതൊക്കെ വേറെ ഉദ്ദേശമാണ്. അത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉദ്ദേശം എന്താ, പ്യുവർലി ഇവർക്ക് ഇതിൽ നിന്ന് ഒരു ഗുണം ഉണ്ടാകാൻ പാടില്ല. അതായത് ഈ കമ്പനിക്ക് ഈ CSR ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പാടില്ല. അത് കംപ്ലീറ്റ് സൊസൈറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സംഭവമായിരിക്കണം. അതാണ് അതിന്റെ ഉദ്ദേശം. ഓക്കെ. പക്ഷേ അതിലൊരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. അതായത് ഇവിടെ പറഞ്ഞല്ലോ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതില് ഇപ്പോ ഒരു കമ്പനി വാക്സിൻ അല്ലെങ്കിൽ മരുന്ന് കമ്പനികൾ, കുറെ മരുന്ന് കമ്പനികളുണ്ടല്ലോ, സിപ്ല, റാൻബാക്സി, സൺഫാർമ, അങ്ങനെ കുറെ മരുന്ന് കമ്പനികളുണ്ട്. അപ്പൊ ഈ മരുന്ന് കമ്പനികൾക്ക് എന്താണ്, മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന റിസർച്ച് ഉണ്ടാവുമല്ലോ, ശരിയല്ലേ? ഓക്കെ. അപ്പൊ അതിന് വേണ്ടി വരുന്ന ചെലവ് നല്ല ചെലവാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് അതൊന്നും നമുക്ക് CSR എടുക്കാൻ പറ്റൂല. പക്ഷേ കോവിഡ് വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അത് CSR ഫണ്ടിലേക്ക് എടുക്കാൻ പറ്റും. CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു പെർട്ടിക്കുലർ ഇയേഴ്സും പറയുന്നുണ്ട് കേട്ടോ. 2021, 21, 22, 22, 23 ചിലപ്പോൾ വേണമെങ്കിൽ നീട്ടും. ഇനി നീട്ടൂല. 23, 24 നീട്ടാണ്, ഇപ്പൊ നീട്ടേണ്ടതാണ്. ഓക്കെ. അപ്പൊ കമ്പനി ചിലപ്പോൾ ഇനി വേണമെങ്കിൽ നീട്ടാം, പുതിയ സാധനമൊക്കെ വരുന്നുണ്ടല്ലോ. കമ്പനി എൻഗേജ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ഓഫ് ന്യൂ വാക്സിൻ, ഡ്രഗ്സ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് in their normal course of business may undertake R&D activity of new vaccine, drugs and medical devices related to COVID-19 for financial years 2021, 21, 22, 22, 23. Subject to such activity shall be carried out in collaboration with any of the organizations mentioned in item 9, or annual details of such activity shall be disclosed separately in the annual report on CSR included in the board's report. 9 ഏതാ? 9 നാഷണൽ ലബോറട്ടറി ഒക്കെ പറഞ്ഞില്ലേ, അതാണ്. അത് നിങ്ങൾക്ക് അറിയണ്ട, ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് ഉണ്ടാക്കിയത്. അവരതിന്റെ കൂടെ ഈ നാഷണൽ ലബോറട്ടറിയോട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് അല്ലെ? നാഷണൽ ലബോറട്ടറി അല്ല, വേറെ സാധനം ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യൻ, അതിന്റെ പേര് പറഞ്ഞു, എന്തോ ഒരു ഇന്ത്യൻ്റെ എന്തോ ഒരു സെൻട്രൽ സംഭവം ഉണ്ടായിരുന്നല്ലോ. പോട്ടെ. ഓക്കെ. യെസ്. ഇനി CSR ഇംപ്ലിമെന്റേഷൻ. CSR എങ്ങനെയാണ് ഇവർ നടപ്പിലാക്കേണ്ടത്? ഓക്കെ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ, കമ്പനി ക്യാൻ ഡു CSR ആക്ടിവിറ്റീസ് ഐദർ ബൈ ഇറ്റ് സെൽഫ്, അവർക്ക് സ്വയം ചെയ്യാം. ഓക്കെ. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് കമ്പനി എന്ത് ചെയ്യുക, അപ്പൊ അതിനാണ് CSR കമ്മിറ്റി ഉണ്ടാക്കുന്നത്, അവരാണ് അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടാക്കുക. ഓക്കെ. അതല്ലെങ്കിൽ ത്രൂ എ സെക്ഷൻ 8 കമ്പനി ഓർ എ രജിസ്റ്റേർഡ് ട്രസ്റ്റ് ഓർ എ രജിസ്റ്റേർഡ് സൊസൈറ്റി. സെക്ഷൻ 8 കമ്പനി ഓർ എ രജിസ്റ്റേർഡ് ട്രസ്റ്റ് ഓർ എ registered society established by central or state government. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കാണ്ട്, ഇവിടെ ഈ ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇതിന് സഫിക്സ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇനി അടുത്ത രണ്ട് സ്ഥലത്ത് ഈ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സഫിക്സ് ഉണ്ട്. ഓക്കെ.
ഞാൻ പറയാം. സെക്കൻഡ് പോയിന്റ് കൂടി നോക്കാം. എനി എൻറ്റിറ്റി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ആക്ട് ഓഫ് പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓക്കെ, അവർ ത്രൂ ചെയ്യുക. ഇനി അടുത്ത് നോക്കിയാൽ സെക്ഷൻ 8 കമ്പനി ഓർ എ രജിസ്റ്റേർഡ് പബ്ലിക് ട്രസ്റ്റ് ഓർ എ രജിസ്റ്റേർഡ് സൊസൈറ്റി registered under section 12A and approved under section 80G or exempted under section 1023C of Income Tax Act. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെക്ഷൻ 8 കമ്പനി പറഞ്ഞപ്പോഴും രജിസ്റ്റേർഡ് ട്രസ്റ്റ് പറഞ്ഞപ്പോഴും രജിസ്റ്റേർഡ് സൊസൈറ്റി പറഞ്ഞപ്പോഴും ഈ കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ട്രസ്റ്റുകളോ സെക്ഷൻ 8 കമ്പനിയോ ഒക്കെയാണ്. ഇവിടെ പറഞ്ഞ എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി കമ്പനിയാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ ഈ കമ്പനി തന്നെ CSR കൊടുക്കുന്ന ഈ കമ്പനി ഉണ്ടല്ലോ, അവരുണ്ടാക്കിയിട്ടുള്ള സെക്ഷൻ 8 കമ്പനി അല്ലെങ്കിൽ അവരുടെ അണ്ടറിലുള്ള ഒരു പബ്ലിക് ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, ഇവര് ത്രൂ ഇവർക്ക് CSR ചെയ്യാം. പക്ഷേ എന്താണ്, ഈ പറയുന്ന സംവിധാനങ്ങൾക്ക് സെക്ഷൻ 12A രജിസ്ട്രേഷൻ വേണം. എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൽ ട്രസ്റ്റുകൾക്ക് എക്സംഷൻ കിട്ടുന്ന ആ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ. ഓക്കെ, അതേപോലെ 80G എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊണേഷൻ മറ്റേ പരിപാടിയില്ലേ? അപ്പൊ 80Gയിൽ വേണം. സെക്ഷൻ 1023C എന്ന് പറഞ്ഞാൽ തന്നെയാണ് ട്രസ്റ്റിന്റെ സംഭവമാണ്, എക്സംഷൻ ആണ്. അപ്പൊ ഒരു കമ്പനി, ആ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങനത്തെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അവർക്ക് സെക്ഷൻ 12A രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത്തരം കമ്പനികളിലൂടെയും ഇവർക്ക് ഇവരുടെ CSR ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റും. ഐദർ സിംഗ്ലി ഓർ അലോങ് വിത്ത് എനി അതർ കമ്പനി. അപ്പോൾ ഓരോ കമ്പനി CSR ചെയ്യുമ്പോൾ അവർ ഒറ്റയ്ക്ക് ചെയ്യണമെന്നൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ കൂടെയും ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സെക്ഷൻ 8 കമ്പനി ഓർ രജിസ്റ്റേർഡ് പബ്ലിക് ട്രസ്റ്റ് ഓർ രജിസ്റ്റേർഡ് സൊസൈറ്റി രജിസ്റ്റേർഡ് സെക്ഷൻ 12A ആൻഡ് അപ്രൂവ്ഡ് അണ്ടർ സെക്ഷൻ 80G exempted under section 1023C and having an established track record of at least 3 years in undertaking similar activities. ഓക്കെ, അപ്പൊ ഇതാരെ കുറിച്ചാണ് പറഞ്ഞത്? ഇത് വേറെ ഏതോ സെക്ഷൻ 8 കമ്പനി. ഈ തേർഡ് പോയിന്റിൽ പറഞ്ഞത് എന്താണ്? ഈ കമ്പനി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സെക്ഷൻ 8 കമ്പനിയാണ്. ഓക്കെ, ഫോർത്ത് പോയിന്റിൽ പറഞ്ഞത് വേറെ ഏതോ സെക്ഷൻ 8 കമ്പനി. ഓക്കെ, വേറെ ഏതോ സെക്ഷൻ കമ്പനിക്ക് എന്ത് ചെയ്യുക? ഇവര് കൊണ്ടുപോയിട്ട് ഫണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരിലൂടെ ഇവരെന്ത് ചെയ്യുക? ഇവരുടെ CSR ആക്ടിവിറ്റീസ് ചെയ്യുക. പക്ഷെ അവർക്ക് എന്താണ്? 3 years ട്രാക്ക് റെക്കോർഡ് വേണം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ 5 രീതിയിൽ ഇവർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, അവർ സ്വയം കമ്പനി ഡയറക്റ്റ് ആയിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഉണ്ടാക്കിയിട്ടുള്ള സെക്ഷൻ 8 സൊസൈറ്റി ട്രസ്റ്റ് വഴി ചെയ്യുക. അല്ലെങ്കിൽ ഇനി പാർലമെന്റ് ആക്ടോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വഴിയോ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ബോഡി എൻറ്റിറ്റി അവർ വഴി ചെയ്യുക. അതല്ലെങ്കിൽ ഈ കമ്പനി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സെക്ഷൻ 8 കമ്പനി ട്രസ്റ്റ് സൊസൈറ്റി, പക്ഷെ എന്താണ് 12 രജിസ്ട്രേഷൻ വേണം. ഇനി അതല്ലാത്ത സാധാരണ സൊസൈറ്റിയിലുള്ള ഏതെങ്കിലും സെക്ഷൻ 8 കമ്പനിയോ ട്രസ്റ്റോ വെച്ചിട്ടോ ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് 3 yearsന്റെ ഈ സിമിലർ ആക്ടിവിറ്റിയിലുള്ള ട്രാക്ക് റെക്കോർഡ് വേണം. ഓക്കെ, ഇനി ഇപ്പൊ ഇവിടെ നമ്മൾ കുറെ ആൾക്കാർ പറഞ്ഞല്ലോ. ഒന്ന്, ഈ സെക്ഷൻ 8 കമ്പനികള്, എൻറ്റിറ്റികള്, ട്രസ്റ്റ്, സൊസൈറ്റി, ഇവരിലൂടെ ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് CSR ആക്ടിവിറ്റി ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു CSR രജിസ്ട്രേഷൻ വേണം. എന്ന് പറഞ്ഞാൽ അവർക്ക് 12 രജിസ്ട്രേഷൻ ഉണ്ട് വേറെ. പക്ഷെ അവർക്ക് മറ്റുള്ള കമ്പനികളുടെ ഫണ്ട് വാങ്ങിച്ചിട്ട്, അവരുടെ CSR ഫണ്ടാണല്ലോ, അവരുടെ CSR ഫണ്ട് വാങ്ങിച്ചിട്ട് അവർ പറയുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്കലാണ് അവർ പൈസ തരിക. അപ്പൊ എന്താ പറഞ്ഞാൽ അവർക്ക് വേണ്ടി CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളുടെ സെക്ഷൻ 8 കമ്പനിക്ക് ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ നോക്കിയേ? Every entity who intends to undertake any CSR activity shall register itself with the central government by filing for CSR1 with the registrar. Form CSR1 shall be signed by and submitted electronically and shall be verified digitally by CACS cost accountant in practice. Upon submission, a unique CSR registration number shall be generated by system automatically. Company may engage international organization for designing, monitoring and evaluation of CSR projects as per its CSR policy as well as for capacity building of their own personnel for CSR. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഒരു കൊളാബറേഷൻ പറ്റും. Company may collaborate with other companies for undertaking CSR activities in such manner that CSR committees of respective companies can
report separately on such projects in accordance with these rules. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ലം ഡെവലപ്മെന്റ് ഒക്കെ ഹ്യൂജ് കോസ്റ്റ് വരുന്ന സാധനമാണ്. അപ്പൊ അത് ഒരു കമ്പനിയുടെ CSR ഫണ്ടോട് ചിലപ്പോൾ മതിയാവില്ല. അപ്പൊ അതിന് പകരം ഒന്നിലധികം കമ്പനികൾ ഒരുമിച്ച് കൂടിയിട്ട് അത് ഏറ്റെടുക്കുക. ഓക്കെ, അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അതൊന്ന് വായിക്ക്. ഈ മീനിങ് ഓഫ് CSR മുതൽ കൊണ്ട് വായിച്ചോ. job.
ഓക്കെ. Okay, okay. Meaning of CSR policy and annual action plan. Okay. അപ്പോൾ ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വർഷം നമ്മൾ അതായത് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ വേർഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ. CSR എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഇപ്പോൾ കുറേ ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതെങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം, ഫണ്ട് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അതിന് നമ്മൾ ആക്ഷൻ പ്ലാൻ എന്ന് പറയാം. ഓക്കെ. പിന്നെ അതിന് ശേഷമാണ് ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ സംഭവം ഫലവത്താകുന്നുണ്ടോ എന്നുള്ളതൊക്കെ അസസ് ചെയ്യുക. അപ്പോൾ വലിയ വലിയ കമ്പനികളാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വെക്കണം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. Rule 2 defines CSR policy as a statement containing approach and direction given by board after recommendation of its CSR committee and includes guideline principles for selection, implementation and monitoring of activities as well as formulation of annual action plan. Okay. അപ്പോൾ ഇതിന് മുന്നേ പറയുന്ന കാര്യം വെച്ചാൽ, അതായത് ഇവിടെയൊക്കെ പറയുന്നത് വെച്ചാൽ, ഒന്ന് CSR കമ്മിറ്റി, അതുപോലെ ബോർഡ്. CSR കമ്മിറ്റി ആണ് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, എന്താ അതിൻ്റെ ഒരു പ്രൈമറി സെലക്ഷൻ എന്നുള്ളത്. എന്നിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അത് അപ്രൂവ് ചെയ്യുക. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നമ്മളുടെ ഒരു റിട്ടേൺ സാധനം, അതാണ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ CSR പോളിസി. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സംഭവം. ഓക്കെ. ആനുവൽ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്, അതിനാണ് ആനുവൽ ആക്ഷൻ പ്ലാൻ എന്ന് പറയാം. അപ്പോൾ നോക്കാം, സെലക്ഷൻ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ്, അതാണ് CSR പോളിസി. ഓക്കെ. ആസ് വെൽ ആസ് ഫോർമുലേഷൻ ഓഫ് ആനുവൽ ആക്ഷൻ പ്ലാൻ. CSR committee shall formulate and recommend to the board an annual action plan in pursuance of its CSR policy. Okay. Annual action plan എന്തൊക്കെ ഉണ്ടാവുക? List of CSR projects that are approved to be undertaken in areas or subjects specified in Schedule 7. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ് നമ്മൾ ചിലവാക്കേണ്ടത്, ഏത് ആക്ടിവിറ്റീസിലാണ് നമ്മൾ ഭാഗമാവേണ്ടത്. എഡ്യൂക്കേഷൻ ടു പുവർ ആണോ, അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റി ആണോ, അല്ലെങ്കിൽ ഹങ്കർ ഇതാക്കണാണോ, അല്ലെങ്കിൽ സ്പോർട്സ് ആണോ, അല്ലെങ്കിൽ കലയാണോ, എന്താണെങ്കിലും. അപ്പോൾ ഏതാണോ നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യം നമ്മൾ ചെയ്യുക, അത് കാര്യം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒരേ സാധനം തന്നെ ചെയ്യണമെന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കയ്യിലൊരു 10 കോടി ഉണ്ട്. ഈ 10 കോടിയും ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിന് മാത്രം, അങ്ങനെയൊന്നുമില്ല. ഇതിൽപ്പെട്ട ഏതിന് നമുക്ക് ചിലവാക്കാം. ഓക്കെ. 1 കോടി നമ്മൾ ഹോസ്പിറ്റൽസ് ഉണ്ടാക്കാൻ ചിലവാക്കി, അല്ലെങ്കിൽ 1 കോടി നമ്മൾ എഡ്യൂക്കേഷൻ ടു പുവർ ആക്കി, ബാക്കി 5 കോടി ഹങ്കറാക്കി, ബാക്കി നമ്മൾ ഫണ്ട് ഡൊണേഷൻ കൊടുത്തു, ആർക്ക് മറ്റേ ഗംഗാ ഫണ്ട് അതിനൊക്കെ കൊടുത്തു. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും. അപ്പൊ ലിസ്റ്റ് ഓഫ് CSR, അപ്പോൾ ഈ പറയുന്ന ഷെഡ്യൂൾ 7 ആക്ടിവിറ്റീസിൽ ഏതൊക്കെ ആക്ടിവിറ്റീസിന്റെ ഭാഗവാക്കാവാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഒന്ന്. പിന്നെ മാനർ ഓഫ് എക്സിക്യൂഷൻ. ഇപ്പോൾ മാനർ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു ഇത് വേണമല്ലോ, പ്ലാന്. നമുക്ക് എത്ര കാലം കൊണ്ട് തീർക്കാൻ പറ്റും, ആദ്യം എന്ത് ചെയ്യണം, അങ്ങനത്തെ ആർക്ക് കോൺട്രാക്ട് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതാണ് മാനർ ഓഫ് എക്സിക്യൂഷൻ. മോഡാലിറ്റീസ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾസ്. ഓക്കെ. ഈ പറഞ്ഞ പോലെ തന്നെ ഈ എക്സിക്യൂഷന്റെ ഭാഗമായിട്ട് ഓരോ ഘട്ടത്തിൽ എത്ര പൈസ വെച്ചിട്ട് നമ്മൾ എന്താ പറയാ റിലീസ് ചെയ്യണം, അങ്ങനത്തെ സംഭവങ്ങൾ. മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിംഗ് മെക്കാനിസം. ഓക്കെ. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് സാധനം നടക്കുന്നുണ്ടാകും. അപ്പോൾ അത് സംഭവം എന്താ പറയാ, നമുക്ക് ടൈം ബൗണ്ട് ആയിട്ടാണ്. കാരണം എന്താ, ഒരു വർഷം ഇപ്പം നമുക്ക് ഈ ഓൺഗോയിങ് പ്രൊജക്റ്റ് അല്ലാതെ ഈ വർഷത്തിൽ തീർക്കണത് അല്ലേ. ഈ ഓൺഗോയിങ് പ്രൊജക്റ്റ് ആണെങ്കിലും അടുത്ത 3 വർഷത്തിനുള്ളിൽ തീർക്കണമല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് മോണിറ്ററിങ് നടത്തുക, അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാക്കുക. എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഒരാളെ ഏൽപ്പിക്കുക, ഒരു സൂപ്പർവൈസറിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ CSR കമ്മിറ്റി തന്നെ അതിന് ചുമതല കൊടുക്കുക, അങ്ങനെ ചെയ്യാം. ഡീറ്റെയിൽസ് ഓഫ് നീഡ് ആൻഡ് ഇമ്പാക്ട് അസസ്മെന്റ്. ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ അതെപ്പോഴാണ്, ആഫ്റ്റർ ഇംപ്ലിമെന്റേഷൻ ആണ്. അതായത് നമ്മളുടെ CSR ആക്ടിവിറ്റി എന്താണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട്, ഓക്കെ, നമ്മൾ ആ ചെയ്തത് കൊണ്ട് ഫലം ഉണ്ടായിട്ടുണ്ടോ, ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒരു ഇമ്പാക്ട് അസസ്മെന്റ് നടത്തുക. ഓക്കെ. അപ്പൊ അതാണ് ആനുവൽ ആക്ഷൻ പ്ലാൻ ആയിട്ട് വരിക. അപ്പൊ 5 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം തന്നെ CSR പ്രൊജക്ട്സ്, ഏതൊക്കെ CSR പ്രൊജക്ട്സിലാണ് നമ്മൾ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. 1. രണ്ടാമത്തത് മാനർ ഓഫ് എക്സിക്യൂഷൻ, അതെങ്ങനെയാണ്, ഓരോ ഘട്ടങ്ങൾ എങ്ങനെയാണെന്നുള്ളത്.
മൂന്നാമത്തത് ഈ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് നമ്മൾ ഫണ്ട് ഉപയോഗിക്കേണ്ടത്, അപ്പൊ നമ്മൾ അതിന്റെ ഫണ്ട് റിലീസ് ചെയ്യേണ്ട സംഭവം. നാലാമത്തത് ഈ പരിപാടി തീരുമാനിച്ച എക്സിക്യൂഷനും ഫണ്ടും ഒക്കെ ആയി നമ്മൾ തീരുമാനിച്ച പോലെ നടക്കുന്നുണ്ടോ എന്നുള്ള മോണിറ്ററിങ്, എന്നിട്ട് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അത് അറിയിക്കുക. അഞ്ചാമത്തെ എന്താണ്, ഇത് മൊത്തം പരിപാടി കഴിഞ്ഞിട്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഫീഡ്ബാക്ക് എടുക്കുക, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ അസസ്മെന്റ് നമ്മൾ നടത്തുക എന്നതിന്റെ പ്ലാന്. ഓക്കെ, അപ്പൊ ആ 5 കാര്യങ്ങളാണ് ആനുവൽ ആക്ഷൻ പ്ലാന്റെ ഭാഗമായിട്ട് വരിക. ഇനി ഇമ്പാക്ട് അസസ്മെന്റ് റിക്വയർമെന്റ്സ്, അതായത് ഇമ്പാക്ട് അസസ്മെന്റ് ആർക്ക് വേണമെങ്കിലും നടത്താം, പക്ഷെ നിർബന്ധമായിട്ടും നടത്തേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അത് വലിയ എമൗണ്ട് ഒക്കെ CSR ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ്. അപ്പൊ അതിൽ നോക്കി, എവരി കമ്പനി ഹാവിംഗ് ആവറേജ് CSR ഒബ്ലിഗേഷൻ, ആവറേജ് നെറ്റ് പ്രോഫിറ്റ് അല്ല, ആവറേജ് CSR ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 2%, ആ 2% ഇപ്പോൾ X × 2% 10 കോടിയിലധികം ഉണ്ടെങ്കിൽ, 10 crore മുകളിൽ ഉണ്ടെങ്കിൽ, ഇൻ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 3 financial years. ഓക്കെ, അപ്പോൾ ആവറേജ് ആയിട്ട് മുന്നത്തെ 3 വർഷത്തില് നമ്മളുടെ CSR ഒബ്ലിഗേഷൻ 10 കോടിയിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷാൾ അണ്ടർടേക്ക് ഇമ്പാക്ട് അസസ്മെന്റ് ത്രൂ ആൻ ഇൻഡിപെൻഡന്റ് ഏജൻസി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ CSR കമ്മിറ്റി ചെയ്താൽ പോരാ. നമ്മൾ CSR കമ്മിറ്റി ചെയ്താൽ പോരാ, നമ്മൾ CSRന്റെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അവരെല്ലാം ചെയ്യേണ്ടത് ഇൻഡിപെൻഡന്റ് ഏജൻസി. ഓക്കെ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഫോർ CSR projects having outlays എന്ന സ്പെൻഡിങ്സ് കേട്ടോ, ചെലവ്. CSR projects having outlays of 1 crore or more and which have been completed not less than 1 year before undertaking impact study. ഓക്കെ, അപ്പോ ഈ ഇമ്പാക്ട് അസസ്മെന്റ് ആവശ്യമുള്ളത് ആർക്കാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ലിസ്റ്റ് ഓഫ് പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് മൊത്തം ആക്ടിവിറ്റി നമുക്ക് 10 കോടി, മീൻസ് മൊത്തം ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി 10 കോടി ഉണ്ട്, പക്ഷെ നമ്മൾ പല എന്താ പറയാ സാധനങ്ങളാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇമ്പാക്ട് അസസ്മെന്റ് ഏതിനാ ആവശ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മളൊരു ഈ 10 കോടിയിൽ 5 കോടി നമ്മൾ എന്ത് ചെയ്യണ്, ഈ പ്രധാനമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അതിന് ഇമ്പാക്ട് അസസ്മെന്റ് ആവശ്യമുണ്ടോ? ആവശ്യമില്ല അല്ലെ? എന്ന് പറഞ്ഞാല് ഇത് കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ഒരു സാധനത്തിന്, അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചുകൂടി ഇങ്ങനെ നമ്മളൊരു കാര്യം ചെയ്തത് അതിലേക്കാണ് നമുക്കിത് ആവശ്യം വരിക. അപ്പൊ ഇവിടെ പറയണതെന്ന് വെച്ചാല് 1 കോടിയിലധികം ചെലവ് വന്നിട്ടുള്ള പ്രൊജക്ട് ആൻഡ് വിച്ച് ഹാവ് ബീൻ കംപ്ലീറ്റഡ് നോട്ട് ലെസ് ദാൻ 1 year ബിഫോർ അണ്ടർടേക്കിംഗ് ഇമ്പാക്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ 1 വർഷത്തിലധികം എടുത്തു നമ്മൾ ഈ സാധനം തീർക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഓൺഗോയിങ് പ്രൊജക്ട് നമ്മൾ പറഞ്ഞില്ല നേരത്തെ, 1 വർഷത്തിലധികം എടുക്കുക അല്ലെ? അപ്പൊ 1 കോടിയിലധികം ചെലവുണ്ടായി, വിച്ച് ഹാവ് ബീൻ കംപ്ലീറ്റഡ് നോട്ട് ലെസ് ദാൻ 1 year ബിഫോർ നോട്ട് ലെസ് ദാൻ 1 year അല്ല ഒരു മിനിറ്റ്, have been completed not less than 1 year before undertaking impact study. മനസ്സിലായി പറഞ്ഞുതരാം. അതായത് എന്താ പറയാ, ഇപ്പൊ ഒരു പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറെ ചെടി നട്ടു. ഓക്കെ, ആ ചെടി നടാൻ നമുക്ക് എന്തായി, 1 കോടിയിലധികം ചെലവായി. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഇമ്പാക്ട് സ്റ്റഡി നടത്തുക? ഇത് കഴിഞ്ഞിട്ടല്ലേ നടത്തുക അല്ലേ? ഓക്കെ, അപ്പോ ഈ നമ്മളുടെ ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞിട്ട് 1 വർഷത്തിന്റെ ഉള്ളിൽ അല്ലേ, 1 വർഷത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തേണ്ടത്. ഓക്കെ, ത്രൂ ആൻ ഇംപ്ലിമെന്റേഷൻ ഫോർ CSR projects having outlays of 1 crore or more and which have been completed not less than 1 year before undertaking impact study. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടില്ല. ഓക്കെ, അപ്പൊ ആ 1 വർഷത്തിനുള്ളിൽ നമ്മൾ ഇമ്പാക്ട് സ്റ്റഡി നടത്തണം. ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ട് ഷാൾ ബി പ്ലേസ്ഡ് ബിഫോർ ബോർഡ് ആൻഡ് ഷാൾ ബി അനക്സ്ഡ് ടു ദി ആനുവൽ റിപ്പോർട്ട് ഓൺ CSR. ഓക്കെ, എന്ത് ഈ ആനുവൽ റിപ്പോർട്ട്? CSRന്റെ ആനുവൽ റിപ്പോർട്ട്. ഓക്കെ, അത് പറഞ്ഞാൽ നമ്മളുടെ ബോർഡ്സ് റിപ്പോർട്ടിൽ ഒരു സംഭവം ഉണ്ടല്ലോ, CSRുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അത് പറയണം, impact assessment expenditure may be booked towards CSR but it shall not exceed 2% of total CSR expenditure for that financial year or 50 lakh whichever is higher. എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്താൻ
നമുക്ക് വേറൊരു ഏജൻസിനെ ഏൽപ്പിക്കണ്ടേ? അപ്പോൾ അവർക്ക് ചിക്ലി കൊടുക്കണ്ടേ, പൈസ കൊടുക്കണ്ടേ, റെമ്യൂണറേഷൻ കൊടുക്കണ്ടേ? ഇനി അതല്ല ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വല്ല എന്തെങ്കിലും എക്സ്പെൻസുകൾ നമുക്കുണ്ട് വിചാരിച്ചോ? ചില കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സോയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞില്ലേ, സോയിൽ അതൊക്കെ അപ്പോൾ സോയിലിന്റെ ക്വാളിറ്റി കൂട്ടുക, അതൊക്കെ നമ്മൾ ചെയ്യണത്. സോയിലിന്റെ ക്വാളിറ്റി കൂടിക്കണോ കുറഞ്ഞിക്കണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. അതിന് സയന്റിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ചിലവാണ്. അപ്പോൾ ആ ചെലവാകുന്നത് ഇമ്പാക്ട് അസസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചെലവ്, ആ ചെലവും നമുക്കൊരു CSR ആക്ടിവിറ്റി ആയിട്ട് എടുക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് CSR ഫണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ആ ചെലവിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ വേറെ സാധനം കൂടി പറയുന്നുണ്ട്. അതായത് പിന്നെ CSR കമ്മിറ്റിക്ക് CSR ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വരുന്ന നമുക്ക് വേറെ ചെലവുകളൊക്കെ ഉണ്ടാവും. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചെലവുകളൊക്കെ, ആ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകളൊക്കെ നമുക്ക് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് CSR ഫണ്ടിൽ നിന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് ലിമിറ്റ് നോക്കിയാൽ ഷാൾ നോട്ട് എക്സീഡ് 2% ഓഫ് ടോട്ടൽ CSR എക്സ്പെൻഡിച്ചർ ഫോർ ദാറ്റ് ഫിനാൻഷ്യൽ ഇയർ ഓർ 50 lakh വിച്ച് എവർ ഈസ് ഹയർ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു വർഷത്തിൽ വന്നിട്ടുള്ള CSR ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെലവാക്കേണ്ട എമൗണ്ട് പറഞ്ഞാൽ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു 50 ലക്ഷമാണെന്ന് വിചാരിച്ചു, 50 ലക്ഷം. ഓക്കെ, അപ്പോൾ ഈ 50 ലക്ഷത്തിന്റെ 2%, 50 ലക്ഷം വേണ്ട, 5 കോടി, 5 കോടിയുടെ 2% എന്ന് പറയുമ്പോൾ എത്ര? 10 ലക്ഷം അല്ലേ? ഓർ 50 lakh വിച്ച് എവർ ഈസ് ഹയർ ആണ്. ഹയർ എന്ന് പറഞ്ഞാൽ 50 lakh. ഈ 50 lakh വരെയുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പാക്ട് അസസ്മെന്റിന്റെ കോസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആക്ച്വലി നമുക്കൊരു 35 ലക്ഷം വന്നു വിചാരിച്ചോ. അപ്പൊ ഈ 35 ലക്ഷവും നമുക്ക് CSR ഫണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. ശരിയല്ലേ? ഓക്കെ, ഇനിയിപ്പോ സപ്പോസ് നമ്മളുടെ ഒരു വലിയ എമൗണ്ട് ഉണ്ട് വിചാരിച്ചോ. ഇപ്പൊ ഒരു 40 കോടി നമുക്ക് CSR ചെലവുണ്ട് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 50 lakh ഓർ ഇതിന്റെ 2%, 80 lakh വിച്ച് എവർ ഈസ് ഹയർ. ഇപ്പൊ 80 lakh നമുക്ക് CSR ഫണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതിന് തന്നെ 1 കോടി ചെലവായി. 1 കോടി നമുക്ക് CSR ഫണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. 80 lakh നമുക്ക് CSR ഫണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 20 lakh എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ടി വരും. ബാക്കിയുള്ളത് ആക്ച്വലി നമ്മളുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. വേറെ നമ്മളുടെ റിസർവ് ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, CSR projects having outlays of 1 crore or more and which have been completed not less than 1 year before undertaking impact study. ഇതൊരു മിസ്സിംഗ് ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞുതരാം, കുറച്ച് നേരം കത്തും. ഓക്കെ, ഇനി അതിൽ ഏതാ ബാക്കി? ഇനി CSR കമ്മിറ്റി. ഓക്കെ, ഈ CSR കമ്മിറ്റിയുടെ റിക്വയർമെന്റ് ആണ് ആദ്യം പറയണത്. നോക്കോട്ടാ, ചൂടുണ്ട് നേരത്തെ ഓഫാക്കിയിട്ട് ഉച്ചക്ക് സാധ്യത പോലെ. ഓക്കെ, അപ്പോ CSR കമ്മിറ്റി നോക്കട്ടോ. Central government may give general or specific directions to a company or class of companies to ensure compliance of provisions of this section. Okay, ആയിക്കോട്ടെ. ഇനി where amount to be spent on CSR by company does not exceed 50 lakh. നമുക്ക് CSRന്റെ ഭാഗമായിട്ട് ചെലവാക്കേണ്ട തുക 50 ലക്ഷത്തിലധികം പോകുന്നില്ലെങ്കിൽ CSR കമ്മിറ്റിയുടെ ആവശ്യമില്ല. അപ്പൊ CSR കമ്മിറ്റി എന്തിനാണ്? CSRന്റെ കാര്യങ്ങൾ, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക, അത് ബോർഡിന് മുന്നിൽ അവതരിപ്പിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനാണ് CSR കമ്മിറ്റി അല്ലേ? അപ്പൊ CSR കമ്മിറ്റി 50 ലക്ഷത്തിന്റെ ഉള്ളിലാണ് നമ്മളുടെ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എന്നുണ്ടെങ്കിൽ CSR കമ്മിറ്റിയുടെ ആവശ്യമില്ല. അത് ആർക്ക് തന്നെ ചെയ്യാൻ പറ്റും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തന്നെ
CSRന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നേരെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 50 ലക്ഷത്തിലധികം CSR സ്പെൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും CSR കമ്മിറ്റി വേണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ, ഏത് നമ്മള് അൺസ്പെൻഡ് CSR എമൗണ്ട് പറഞ്ഞില്ലേ, എപ്പോഴാണ്? ഓൺഗോയിങ് പ്രൊജക്ട് ഉണ്ടെങ്കിൽ അല്ലെ. ഓൺഗോയിങ് പ്രൊജക്റ്റിൽ ഇങ്ങനെ അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ 50 ലക്ഷം CSR എമൗണ്ട് ഇല്ലെങ്കിൽ പോലും CSR കമ്മിറ്റി വേണ്ടി വരും. അതായത് നോർമലി പറഞ്ഞത് 50 ലക്ഷത്തിന്റെ മുകളിൽ നമ്മൾക്ക് CSR ഫണ്ട് ഉണ്ടെങ്കിലേ CSR കമ്മിറ്റിയുടെ ആവശ്യമുള്ളൂ. പക്ഷേ 50 ലക്ഷത്തിന്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് ഓൺഗോയിങ് പ്രൊജക്ട്സിന്റെ ഭാഗമായിട്ട് നമുക്ക് അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ 50 കോടി നമുക്ക് CSR ഫണ്ട് ഇല്ലെങ്കിലും നമ്മൾ CSR കമ്മിറ്റി ഉണ്ടാക്കണം. Okay, a company having any amount in its unspent corporate social responsibility account as per section 135(6) shall constitute a CSR committee and comply with the provisions contained in section 135(2) to 135(6). Okay, അപ്പോൾ രണ്ട് വിഭാഗം ആൾക്കാർക്കാണ് ഉണ്ടാവുക CSR കമ്മിറ്റി. CSR ഫണ്ട് up to 50 lakh. Up to പറയട്ടെ no unspent amount. Unspent amount ഉണ്ട്. ഇവർക്ക് നോട്ട് റിക്വയർഡ് അല്ലേ, ഇവർക്ക് റിക്വയർഡ്. ഇനി CSR ഫണ്ട് മോർ ദാൻ 50 lakh ആണെങ്കിൽ റിക്വയർഡ് അല്ലേ. ഇപ്പൊ CSR കമ്മിറ്റി CSR ഫണ്ട് അപ് ടു 50 lakh ആണെങ്കിൽ അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ CSR കമ്മിറ്റി വേണം. അൺസ്പെൻഡ് എമൗണ്ട് ഇല്ലെങ്കിൽ CSR കമ്മിറ്റിയുടെ ആവശ്യമില്ല. CSR ഫണ്ട് മോർ ദാൻ 50 lakh ആണെങ്കിൽ CSR കമ്മിറ്റി വേണം. ഓക്കെ, ഇനി CSR കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ ആരൊക്കെ ഉണ്ടാവേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ CSR കമ്മിറ്റിയിൽ വേണ്ടത് 3 ഡയറക്ടേഴ്സ് ആണ്. 3 ഡയറക്ടേഴ്സ് വേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഉള്ള കമ്പനി ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ 3 ഡയറക്ടേഴ്സ് മിനിമം ഈ കമ്മിറ്റിയിൽ ഉണ്ടാകണം. അതിൽ ഒരാൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടറും ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഇല്ലാത്ത കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഉണ്ടാവില്ല. അപ്പൊ ബാക്കി 2 ഡയറക്ടേഴ്സ് ആരെങ്കിലും മതി. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ CSR കമ്മിറ്റിയിൽ ആ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അടക്കം 3 ഡയറക്ടേഴ്സ് ആണ് വേണ്ടത്. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഇല്ലാത്ത കമ്പനി ആണെന്നുണ്ടെങ്കിൽ 2 ഡയറക്ടേഴ്സ് മതി. ഓക്കെ, ഇനി പ്രൈവറ്റ് കമ്പനിയിൽ ആകെ 2 ഡയറക്ടേഴ്സ് ഉള്ളൂന്നുണ്ടെങ്കിൽ എന്താണ്, ആ 2 ഡയറക്ടേഴ്സും CSR കമ്മിറ്റിയിൽ ഉണ്ടാവണം. ഓക്കെ, ഫോറിൻ കമ്പനി ആണെങ്കിൽ CSR കമ്മിറ്റി ഷാൽ കംപ്രൈസ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 persons. One shall be person specified under section 380. 380 എന്ന് പറഞ്ഞാൽ ഫോറിൻ കമ്പനീസിനെ കുറിച്ചുള്ള സെക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് അനദർ പേഴ്സൺ നോമിനേറ്റഡ് ബൈ ദി ഫോറിൻ കമ്പനി. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ പഠിക്കും എന്താണ് ഈ 380 എന്നുള്ളത്.
ഓക്കെ, അപ്പൊ ഇതാണ്. ഇനി എന്താണ് CSR കമ്മിറ്റിയുടെ ഡ്യൂട്ടി? ഫോർമുലേറ്റ് ആൻഡ് റെക്കമെൻഡ് ടു ദി ബോർഡ് എ CSR policy which shall indicate the activities to be undertaken by the company. Recommend the amount of expenditure to be incurred on the activities and monitor the CSR policy of the company from time to time. Okay. Duties of board in relation to CSR. ഇതിലൊരു കാര്യം കേട്ടോ, ഇതിലേ CSR കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞ അവസാനത്തെ സാധനം എന്താ? മോണിറ്റർ ദ CSR പോളിസി എന്നാ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പോൾ CSR ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ, അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചെടി നടുന്നത് വിചാരിച്ചോ, ഈ ചെടി നടുന്നതിൽ ഇവർക്ക് റോളുണ്ടോ? ഇവർ നോക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് CSR കമ്മിറ്റി നോക്കേണ്ട ആവശ്യമില്ല. അത് കമ്പനി വേറെ ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കണം, കമ്പനി എംപ്ലോയീസിനെ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യിപ്പിക്കണം. CSR കമ്മിറ്റിന്റെ പണി എന്ന് പറഞ്ഞാൽ പോളിസി ഉണ്ടാക്കുന്ന കാര്യത്തിലാണ്. ആ പോളിസിനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എല്ലാ വർഷവും തന്നെ ചെയ്യണോ അല്ലെങ്കിൽ മാറ്റണോ എന്നുള്ള സംഭവങ്ങളൊക്കെ അത് മോണിറ്റർ ചെയ്യാം. ഇനി ബോർഡിന് ഉത്തരവാദിത്തം എന്താണ്? ബോർഡിന്റെ ഉത്തരവാദിത്തം CSR കമ്മിറ്റി കൊണ്ടുവരുന്ന റെക്കമെൻഡേഷന്, ഓക്കെ, അത് വെച്ചിട്ട് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു account recommendations of CSR committee approve CSR policy for the company and disclose contents of such policy in its report and company's website. അതായത് ബോർഡ്സ് റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം? CSRമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ കൊടുക്കണം, വെബ്സൈറ്റിൽ പറയണം. Rule 8. Board report shall include annual report on CSR containing particulars specified in Annexure 1 or Annexure 2. Board of Directors shall mandatorily disclose composition of CSR committee, CSR policy and the projects approved by it on company website, if any, for public access. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, അവിടെ ബോർഡ് റിപ്പോർട്ടിൽ CSRമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുക. രണ്ടാമത്തത്, വെബ്സൈറ്റിൽ CSRന്റെ ഡീറ്റെയിൽസ് പിന്നെ എന്താ പറയുക പബ്ലിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോമ്പോസിഷൻ CSR കമ്മിറ്റിയിൽ ആരൊക്കെയുള്ളത്, എന്താണ് അവരുടെ പോളിസി, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സംഭവമൊക്കെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാം. BOD, Board of Directors shall ensure that activities as are included in CSR policy of the company are undertaken by the company. കാര്യം നടക്കുന്നുണ്ടെന്നുള്ളത് മോണിറ്റർ ചെയ്യാം. ഓക്കെ, ഒന്ന് വായിച്ചോക്കെ.
ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ ഈ 1 ഇയറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 കോടിയിലധികം ചെലവാക്കിയിട്ടുള്ള പ്രൊജക്റ്റ് ആൻഡ് വിച്ച് ഹാവ് ബീൻ കംപ്ലീറ്റഡ് നോട്ട് ലെസ് ദാൻ 1 ഇയർ ബിഫോർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് അങ്ങനല്ലേ, 1 വർഷം കഴിഞ്ഞു. അതായത് നോട്ട് ലെസ് ദാൻ 1 ഇയർ ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താ, നോട്ട് ലെസ് ദാൻ 1 ഇയർ ബിഫോർ എന്ന് പറഞ്ഞാൽ 1 വർഷത്തിലധികമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞതല്ലേ. സിമ്പിൾ ലാംഗ്വേജ് പറയും, എന്ത് നോക്കണ്ട. 1 കോടിയിലധികം ചെലവന്ന പ്രൊജക്റ്റ്, ഈ പ്രൊജക്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അതായത് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് 1 വർഷം കഴിഞ്ഞു. which have been completed not less than 1 year. അതെ, which have been completed less than 1 year before എന്ന് പറഞ്ഞാൽ 1 വർഷത്തിന് മുന്നേ അല്ലേ. which has been completed in less than 1 year before എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ എന്നല്ലേ. നോട്ട് ലെസ് എന്ന് പറയുമ്പോൾ 1 വർഷത്തിനുള്ളിൽ അല്ലാണ്ട് 1 വർഷത്തിലധികമായി. അപ്പൊ ഇതെങ്ങനെ, ഇത് ക്വസ്റ്റ്യനിൽ എങ്ങനെയൊക്കെ വരിക? അപ്പോൾ ഇപ്പൊ ഇങ്ങനെ പറയും, ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു 2019 സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അല്ലെങ്കിൽ 2018 മെയ്യിൽ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് 2020 ഫെബ്രുവരിയിൽ എൻഡ് ചെയ്തു. 2023-24 ഇതിന് വേണ്ടിയിട്ട് ഒരു 2 കോടി ചെലവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൊജക്റ്റിന് ഇമ്പാക്ട് സ്റ്റഡി വേണമെന്ന് വെച്ചാൽ ഇമ്പാക്ട് സ്റ്റഡി വേണം. കാരണം ഒന്നാമത്തെ കണ്ടീഷൻ 1 കോടിയിലധികം പോയി, രണ്ടാമത്തെ കണ്ടീഷൻ ഇത് പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിന് ഇമ്പാക്ട് സ്റ്റഡി നടത്തണം. അതിന്റെ ലോജിക്ക് ആലോചിച്ചാൽ മതി. അതായത് ഇപ്പം നമ്മൾ ചെടി നട്ടത് വളർന്ന് വലുതായി മരാവണ്ടേ, അതാണല്ലോ ഇമ്പാക്ട്. അപ്പം അതിന്റെ സമയം എടുക്കുമല്ലോ. അപ്പൊ നമ്മളൊരു സാധനം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം പോയിട്ട് ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ട് കാര്യമില്ലല്ലോ, ശരിയല്ലേ? ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫലം കാണാൻ ചിലപ്പോൾ ഒരു സമയം എടുക്കും. അപ്പൊ അതിനുള്ള സമയമാണ് 1 വർഷം. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മൾ അതിന്റെ അർത്ഥം എന്താ, CSR വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ 1 വർഷം കഴിഞ്ഞാൽ എല്ലാ തവണയും നമ്മളിത് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, അസസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം. അല്ലാണ്ട് 2-3 വർഷം കഴിഞ്ഞാൽ തീരൂല. കാരണം അതിനൊരു ലിമിറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. 1 വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രൊജക്റ്റുകളും ഇമ്പാക്ട് അസസ്മെന്റ് നടത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതുകൂടി പറയുന്നിട്ട് വായിച്ചോ. ഡിഫോൾട്ട് ഇൻ കംപ്ലൈൻസ് ഓഫ് സെക്ഷൻ 135(5) ആൻഡ് 135(6). 135(5) എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ 2% ആവറേജ് പ്രോഫിറ്റ് അത് നമ്മൾ ചെയ്യണം എന്നുള്ള സംഭവം. അതിൻ്റെ ഇടയിൽ പോയിന്റ് ഉണ്ട്, നമ്മൾ വിട്ടുപോയി. പ്രിഫറൻസ് ടു ലോക്കൽ ഏരിയ ആൻഡ് ഏരിയാസ് അറൗണ്ട് വേർ ഇറ്റ് ഓപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ലൊക്കാലിറ്റിയിലുള്ള ഏരിയയിലേക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. നിർബന്ധമായിട്ടും അപ്പുറത്ത് പോകണമെന്നൊന്നുമില്ല, പക്ഷെ പ്രിഫറൻസ് കൊടുക്കേണ്ട എപ്പോഴും ലോക്കൽ ഏരിയയിലാണ്. ആ കമ്പനിയുടെ ചുറ്റുവട്ടത്തുള്ള സംവിധാനങ്ങളിലേക്കാണ് നമ്മൾ CSR ഫണ്ട് ചെലവഴിക്കേണ്ടത്. അപ്പോൾ ഈ 2%-ന്റെ കാര്യം, എമൗണ്ട് അൺസ്പെൻഡ് എമൗണ്ടിൽ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഫണ്ടിലേക്ക് ഇടുക എന്നുള്ള സംഭവം. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെയൊക്കെ വയലേഷൻ. അതേപോലെ തന്നെ 136(6)ന്റെ വയലേഷൻ, അതായത് ഓൺഗോയിങ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുള്ള പെനാൽറ്റി, കമ്പനിക്കുള്ള പെനാൽറ്റി ട്വൈസ് ദ എമൗണ്ട് റിക്വയർഡ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ഫണ്ട് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7. അതായത് ബാക്കിയുള്ള എമൗണ്ട് അൺസ്പെൻഡ് എമൗണ്ടിന് ഡബിൾ ഓർ 1 crore whichever is less. ഓക്കെ, ഓഫീസർക്ക് 1/10 ഓഫ് സച്ച് എമൗണ്ട്, ആ എമൗണ്ടിന്റെ 10/1 ഓർ 2 lakh whichever is less. അതാണ് പെനാൽറ്റി വരിക. ഓക്കെ, ഇനി കുറച്ച് പേജുകൾ മറിച്ചാൽ ഒരു സംഭവം കൂടി നമുക്ക് ബാക്കിയുണ്ട്, CSR എക്സ്പെൻഡിച്ചർ. അപ്പൊ CSR ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചെലവ്
അപ്പൊ ആ ചെലവ് നമുക്ക് എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞ നേരത്തെ അത് നമുക്ക് CSRന്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ആ ചെലവ് ഷാൾ നോട്ട് എക്സീഡ് 5% ഓഫ് ടോട്ടൽ CSR എക്സ്പെൻഡിച്ചർ ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ 2-3 ആൾക്കാർ കൊടുന്നു വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറിനൊക്കെ വെച്ച് വിചാരിച്ചു. അപ്പൊ അയാൾക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുമല്ലോ. ഈ മറ്റെന്തെങ്കിലും ചെലവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവർ ഹെഡ്സ് ആണ് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഈ CSR ഫണ്ടിന്റെ മാക്സിമം 5% വരെയുള്ള എക്സ്പെൻസ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് ആക്കി എടുക്കാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാം, CSR ഫണ്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സർപ്ലസ് അറൈസിങ് ഔട്ട് ഓഫ് CSR ആക്ടിവിറ്റീസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ അവർ കുറച്ച് ഫീസ് വാങ്ങിച്ചു. അപ്പൊ അത് എന്ത് ചെയ്യണം, ഷാൾ നോട്ട് ഫോം പാർട്ട് ഓഫ് ബിസിനസ് പ്രോഫിറ്റ്. ഓക്കെ, ബിസിനസ് പ്രോഫിറ്റ് ഓഫ് എന്താണ്, ഓഫ് കമ്പനി, ഓഫ് കമ്പനി. Okay, shall be plugged back into same project or transferred to unspent CSR account or transferred to fund specified in schedule 7 within 6 months of the expiry of the financial year. Okay, അപ്പോൾ CSR ഫണ്ടിനാണ് അത് ഉപയോഗിക്കേണ്ടത്. പിന്നെ നേരത്തെ നമ്മൾ പറയുന്നു ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്യാപിറ്റൽ അസറ്റ് ഫോർ CSR. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ല മെഷീനറീസോ ട്രാക്ടേഴ്സോ അല്ലെങ്കിൽ വല്ല ബിൽഡിങ്ങോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അത് പിന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ക്യാപിറ്റൽ അസറ്റ് ടു ബി ഹെൽഡ് ബൈ സെക്ഷൻ 8 കമ്പനി ഓർ എ രജിസ്റ്റേർഡ് പബ്ലിക് ട്രസ്റ്റ് ഓർ രജിസ്റ്റേർഡ് സൊസൈറ്റി ഓർ ദി ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ അസറ്റ് ഒരിക്കലും കമ്പനിയുടെ പേരിലല്ല ഇത് ഉണ്ടാവേണ്ടത്, കമ്പനിയുടെ ഓണർഷിപ്പിലല്ല ഇത് ഉണ്ടാവേണ്ടത്. ഒന്നാലും നമ്മൾ പറഞ്ഞല്ലോ സെക്ഷൻ 8 കമ്പനി ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയതല്ല വേറെ ഏതൊരു സെക്ഷൻ 8 കമ്പനി വഴിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ 8 കമ്പനിയുടെ പേരിലാണ് ഈ അസറ്റ് ഉണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരാണോ, നമ്മൾ ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രൊജക്ടിന്റെ ബെനിഫിഷ്യറീസ് ആരാണോ അവരുടെ പേരിലാണ് ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്താൻ പറ്റും, പക്ഷെ അത് കമ്പനിയുടെ പേരിൽ ആ അസറ്റിനെ കൊണ്ടുവരാൻ പാടില്ല. എന്നാൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലൊന്നും ആ അസറ്റ് ഉണ്ടാകരുത്. നേരെ മറിച്ച് ബെനിഫിഷ്യറീസിന്റെ കയ്യിലോ അതല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും സെക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ ട്രസ്റ്റോ അതുവഴിയാണ് ഇത് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റിന്റെ ഓണർഷിപ്പിലേക്കാണ് അത് മാറ്റേണ്ടത്. ഓർ പബ്ലിക് അതോറിറ്റി. ഓക്കെ, അപ്പൊ അത്രയുമാണ് CSR.
ഓക്കെ, അടുത്തെടുക്കാം. അടുത്ത NFRA, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. CA-ക്കാരെ കഴുത്തിൽ കത്തി വെക്കാൻ വേണ്ടി കൊടുത്ത സാധനമാണ്. സെക്ഷൻ 132. ഓക്കെ, അപ്പൊ NFRA-ന്റെ പണി എന്താന്നുള്ള ആദ്യം നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവല്ലോ എന്താ പരിപാടി എന്നുള്ളത്. കിട്ടിയില്ലേ? പേജ് നമ്പർ 11. ഓക്കെ, അപ്പോ ഇവരെ പണി എന്ന് പറഞ്ഞാൽ മേക്ക് റെക്കമെൻഡേഷൻസ് ടു ദി സെൻട്രൽ ഗവൺമെന്റ് ഓൺ ദി ഫോർമുലേഷൻ ആൻഡ് ലേയിങ് ഡൗൺ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പോളിസീസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ പഠിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അല്ലേ, അതുപോലെ സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് ഒക്കെ. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 2018 വരെ ICAI ആണ് ഉണ്ടാക്കിയത്, നമ്മൾ ICAI. പക്ഷെ ഇപ്പൊ എന്താക്കി NFRA-ക്ക് കൊടുത്തു അതിന്റെ അതോറിറ്റി, അതിന്റെ പവർ. ഓക്കെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇപ്പൊ അതിന്റെ ഫോർമുലേഷൻ നടക്കുന്നത് NFRA വഴിയാണ്. NFRA ആണ് ചെയ്യാം. അപ്പൊ അതാണ് അവർ ഒന്നാമത്തെ പണി, ഫോർമുലേഷൻ ആൻഡ് ലേയിങ് ഡൗൺ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പോളിസീസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഒന്ന്, മോണിറ്റർ ആൻഡ് എൻഫോഴ്സ് ദി കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇതൊക്കെ ഭയങ്കര ഇമ്പാക്ട് ഉള്ള സാധനം കേട്ടോ ഈ വേർഡിങ്സ് ഒക്കെ. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും എന്താ പറയുക, അതിന്റെ കംപ്ലൈൻസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക, എൻഫോഴ്സ് ചെയ്യുക. എൻഫോഴ്സ് ചെയ്യുക പറഞ്ഞാൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഏത് കമ്പനിയിലും കയറി ചെല്ലാനുള്ള അധികാരം ഇവർക്ക് ഉണ്ടാവും അല്ലെ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതേപോലെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഏത് ഓഡിറ്റ് ഓഫീസിലും കയറി ചെല്ലാനുള്ള അധികാരം ഇവർക്ക് ഉണ്ടാവും. ഓക്കെ, ഓവർസീ ദ നമ്മൾ മാത്രം ഉദ്ദേശിച്ചത് oversee the quality of service of the professions associated with ensuring compliance with such standards and suggest measures for improvement. Okay, അപ്പോൾ such profession തന്നെ നമ്മൾ CSR, CMA-ക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ perform such other functions as prescribed relating to above function. വേറെ എന്താ വേണ്ട, എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഉണ്ടാക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് ആൾക്കാർ അത് മോണിറ്റർ ചെയ്യുക, അത് ആൾക്കാരെ കൊണ്ട് നടപ്പിലാക്കുക, എൻഫോഴ്സ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ CA-ക്കാരെ മോണിറ്റർ ചെയ്യുക. ഇതാണ് ഒരു പരിപാടി. ഓക്കെ, അപ്പൊ ഇത് അടിയാട്ടോ നമുക്ക് അല്ല, നമുക്ക് അടിയാന്നല്ല. ഓക്കെ, അപ്പൊ ഇത് 2013 ആക്ടിലാണ് വന്നത്. മുന്നത്തെ 1956 ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സത്യം കമ്പ്യൂട്ടേഴ്സ് ഫ്രോഡാണ്. കാരണം അതിൽ ഓഡിറ്റേഴ്സ് ഒക്കെ അവരെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഓഡിറ്റേഴ്സിന്റെ കൂടി ഓഡിറ്റേഴ്സിന്റെ ഗവൺമെന്റ് ചെയ്യാൻ ആരുണ്ടായിരുന്നില്ല, ആകെ ICAI മാത്രം ഉണ്ടായിരുന്നത്. ICAI-ന്റെ എത്തിക്സ് ആണ്, പ്രൊഫഷണൽ എത്തിക്സ് എന്ന സംഭവം ഉണ്ടല്ലോ, അത് പ്രകാരമാണ് നമുക്ക് നമ്മൾ എന്ത് കാട്ടിയാലും നമുക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റുക. അപ്പൊ അത് തന്നെ ICAI എടുക്കൂല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനം. കാരണം സ്വന്തം മെമ്പേഴ്സ് അല്ലേ. ICAI എന്ന് പറയുമ്പോൾ ICAI-ന്റെ ബോർഡിലെ എല്ലാ ആൾക്കാരും CA-ക്കാരായിരിക്കും. ICAI ചെയർപേഴ്സണും പ്രസിഡന്റും സെക്രട്ടറി എല്ലാവരും, അതിന്റെ കൗൺസിൽ കമ്മിറ്റി എല്ലാവരും ഒക്കെ CA-ക്കാരായിരിക്കും. അപ്പോൾ ഒരു പരിധി വിട്ടിട്ടുള്ള ആക്ഷൻസ് ഒന്നും അവർ എടുത്തിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് NFRA-ന്റെ ഒരു ആവശ്യം വന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ NFRA ഉണ്ടാക്കി. അപ്പൊ NFRA-ൽ ആരൊക്കെ ഉണ്ടാവുക? ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും. ആരാണത്? എ പേഴ്സൺ ഓഫ് എമിനൻസ് ആൻഡ് ഹാവിംഗ് എക്സ്പെർട്ടീസ് ഇൻ അക്കൗണ്ടൻസി, ഓഡിറ്റിംഗ്, ഫിനാൻസ് ഓർ ലോ, അപ്പോയിന്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. സച്ച് അതർ മെമ്പേഴ്സ്, 15 മെമ്പേഴ്സ് വരെ ഉണ്ടാവാം മാക്സിമം. Each division of NFRA shall be presided over by the chairperson or a full-time member authorized by the chairperson. ഓക്കെ, എന്ന് പറഞ്ഞാൽ NFRA എന്ന് പറഞ്ഞാൽ ഒറ്റ ബോഡി അല്ല. ഇതിന്റെ ഹെഡ് ഓഫീസ് ഡൽഹിയാണ്, പക്ഷെ അതുണ്ടാവും ഓരോ റീജിയണൽ ഓഫീസുകൾ ഉണ്ടാവും ഇതിന്. അപ്പൊ അതിനൊക്കെ ഒരു ചെയർപേഴ്സൺ, അത് ചെയർപേഴ്സൺ ആയിരിക്കും അതിന്റെ ഹെഡ്. പിന്നെ ആ സ്പെസിഫിക് ഡിവിഷന് വേണ്ടിയിട്ട് ഒരു ഫുൾ ടൈം മെമ്പറിനെ ചിലപ്പോൾ വെച്ചു കൊടുത്തിട്ടുണ്ടാവും. The chairperson and members shall make a declaration to central government in regarding no conflict of interest or lack of independence. Okay, എന്ന് പറഞ്ഞാൽ അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എക്സാമിൽ ചോദിക്കും. The chairperson and full time members of the NFRA shall not be associated with any audit firm during the course of their appointment and 2 years after ceasing to hold such appointment. എന്ന് പറഞ്ഞാൽ NFRA-യിലുള്ള ഒരു മെമ്പറായിട്ട് നിൽക്കുക, അയാള് ഏതെങ്കിലും ഓഡിറ്റ് ഫേമിലത്തെ പാർട്ണർ ആകാൻ പാടില്ല അല്ലേ? അതേപോലെ തന്നെ NFRA-ന്ന് ഇയാൾ ഇറങ്ങി, അവിടുന്ന് ഇറങ്ങി, എന്നിട്ട് അടുത്ത 2 വർഷവും ഇയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഓഡിറ്റ് ഫേമിന്റെ ഭാഗമാകാൻ പാടില്ല. കാരണം ഇയാൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ലേ? 2 വർഷം കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാവും. എന്നാലും അടുത്ത 2 വർഷത്തേക്ക്
ഇയാൾക്ക് വേറെ ഒരു ഓഡിറ്റ് ഫേമുമായിട്ടും ഒരു അസോസിയേഷൻ ഉണ്ടാകാൻ പാടില്ല. പവേഴ്സ് ഓഫ് NFRA, ഇത് കുറെ ഉണ്ട് ശരിക്ക്, നമുക്ക് മെറ്റീരിയൽ കൂടി നോക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് അതർ സുവോമോട്ടോ ഓർ ഓൺ എ റെഫറൻസ് മെയ്ഡ് ടു ഇറ്റ് ബൈ ദിസ് സെൻട്രൽ ഗവൺമെന്റ് ഇൻ ടു മാറ്റേഴ്സ് ഓഫ് പ്രൊഫഷണൽ ഓർ അതർ മിസ്കണ്ടക്ട് കമ്മിറ്റഡ് ബൈ എനി മെമ്പർ ഓർ ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് രജിസ്റ്റേർഡ് അണ്ടർ CA Act 1949. Powers as are vested in a civil court while trying a suit എന്ന് പറഞ്ഞാൽ ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. കേട്ടോ അങ്ങനെ? ക്വാസി ജുഡീഷ്യൽ കേട്ടില്ല? ക്വാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ കോടതി, ക്വാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ കോടതിയുടെ പവറുകളുള്ള വേറെ സംഭവം. കോടതിയല്ല, പക്ഷെ കോടതിയുടെ പവർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ, കോടതിക്ക് ഒരാളോട് വരാൻ പറയാ, വിളിക്കാൻ പറയാ, സമൻസ് പറഞ്ഞാൽ സമ്മൺ ചെയ്യാൻ തന്നെ ആളുകൾ ഇവിടെ ഹാജരാവാൻ പറയാ, സാക്ഷികൾ വിസ്തരിക്കുക, അവരോട് വേണ്ട ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ സമർപ്പിക്കാൻ പറയാ. അതാണ് ക്വാസി ജുഡീഷ്യൽ. അപ്പോൾ എന്തൊക്കെയാണ്? ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്, summoning and enforcing the attendance of persons and examining them on oaths. Okay, സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ എന്നൊക്കെ പറയിപ്പിക്കുക, എന്നിട്ടുള്ളതൊക്കെ പറയും. Inspection of any books, registers and other documents of any person. Issuing commissions for examination of witnesses or documents. Okay, issuing commissions തന്നെ ആരെയൊക്കെ ഏൽപ്പിക്കുക, വേറെ ആരെങ്കിലും എന്താ പറയാ എന്തെങ്കിലും സംഭവം നോക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ കമ്മീഷനെ നിയമിക്കാൻ പറ്റും. ഇനി അടുത്ത പവർ, വേർ പ്രൊഫഷണൽ ഓർ അതർ മിസ്കണ്ടക്ട് ഈസ് പ്രൂവ്ഡ്, ദ പവർ ടു മേക്ക് ഓർഡർ ഫോർ ഇമ്പോസിംഗ് പണിഷ്മെന്റ്സ് ആസ് ഫോളോസ്. ഓക്കെ, എന്തൊക്കെയാണ് പണിഷ്മെന്റ്? ഇമ്പോസിംഗ് പെനാൽറ്റി ഓഫ് ഇൻഡിവിജ്വൽ CA ആണെങ്കിൽ മിനിമം 1 ലക്ഷം, മാക്സിമം 5 times ദി ഫീസ് റിസീവ്ഡ്. ഓക്കെ, അപ്പോൾ അവിടെ ആർക്കാണോ നമ്മൾ വെറുതെ ഒന്ന് നോക്കാണ്ട് സൈൻ ചെയ്ത് കൊടുത്താൽ അയാളെ എത്ര ഫീസാണോ വാങ്ങിച്ചത് അതിന് 5 ഇരട്ടി. ഇനി അത് ഫേം ആണെങ്കിൽ മിനിമം 5 ലക്ഷം, മാക്സിമം 10 times ദ ഫീസ് റിസീവ്ഡ്. കഴിഞ്ഞില്ല. ഡീബാറിംഗ് ഫോർ മിനിമം 6 months ഓർ ഹയർ പീരീഡ് നോട്ട് എക്സീഡിംഗ് 10 years ഫ്രം ബീയിങ് അപ്പോയിന്റഡ് ആസ് ഓഡിറ്റർ, internal auditor, undertaking any audit in respect of financial statements or internal audit of the functions and activities of any company or body corporate, performing any valuation. അയ്യോ, അപ്പോൾ അതൊന്നും പറ്റില്ല. ഓക്കെ, no other institute or body shall initiate or continue proceedings of misconduct where NFRA has initiated investigation. എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോ NCLT-ക്കോ ED-ക്കോ ആർക്കും NFRA ഒരു പടി തുടങ്ങിയാൽ പിന്നെ അതിൽ വന്നിട്ട് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഇപ്പം NFRA-ന്റെ വഴിക്ക് NFRA-നെ വിട്ടുള്ള. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവർക്കാണ് ഏറ്റവും അപ്പർ ഹാൻഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിലെ വേറെ കുറെ കാര്യങ്ങളുണ്ട് ബുക്കില്, ഞാൻ എല്ലാം കൂടി എടുത്തുകൊണ്ട് ഇട്ടിട്ടില്ല, ജസ്റ്റ് വായിച്ചു നോക്കാവുന്നതാണ്. അതാ പേജ് നമ്പർ 9.25. Maintain details of particulars of auditors appointed in the companies and bodies corporated by NFRA. Recommend accounting standards and auditing standards for approval by the central government. അതിന് വേണമെങ്കിൽ ICAIന്റെ റെക്കമെൻഡേഷൻ വാങ്ങാനൊക്കെ പറയുന്നുണ്ട്. മോണിറ്റർ ആൻഡ് എൻഫോഴ്സ് കംപ്ലയൻസസ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ സബ്ബായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മേ റിവ്യൂ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് സച്ച് കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ്. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒരു ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണമെങ്കിൽ അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മൊത്തം നോക്കണം. അപ്പോൾ മേ റിവ്യൂ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് സച്ച് കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ്. If so required, direct to such company or body corporate or its auditors by a written notice to provide further information or explanation. Then എന്താ ചോദിക്കണമൊക്കെ കൊടുക്കുക. May require the personal presence of the officers of the company or body corporate and its auditors for seeking additional information. Shall publish ഇതൊരു കാര്യമാണ്. Shall publish its findings relating to non-compliance on its website and in such other manner as it considers fit, unless it has reasons not to do so in the public interest and it records the reason in writing. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി NFRA-യുടെ അധികാരത്തിലുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റും?
പിന്നെ അവരുടെ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കമ്പനി പിന്നെ എന്താ പറയുക മെർജ് ചെയ്യാൻ പോകുമെന്ന് വിചാരിച്ചോ വേറെ കമ്പനിയായിട്ട്. അപ്പം അത് ചിലപ്പോൾ എന്താണ് ഒരു കമ്പനി ഇപ്പോൾ മെർജ് ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ അത് പെട്ടെന്ന് പബ്ലിഷ് ആയ കമ്പനിയുടെ വാല്യൂഷനൊക്കെ ബാധിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ഇടിയും. കാരണം ഒരു കമ്പനി എന്തിനാ വേറെ കമ്പനിയായിട്ട് മെർജ് ആവണത്, ആ കമ്പനി നഷ്ടത്തിലായിരിക്കും, ഇവർക്ക് നടത്താൻ പറ്റുന്നില്ല, പ്രൊമോട്ടേഴ്സിനായിട്ട് കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ ആ കമ്പനിയുടെ ഷെയർ മാർക്കറ്റിൽ വാല്യൂ ഇടിയും. അപ്പോൾ അതിന് ഇൻവെസ്റ്റേഴ്സിനൊക്കെ അത് ബാധിക്കുമല്ലോ. അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ പറഞ്ഞില്ല ഇപ്പോൾ IPO പോവാണ്, പബ്ലിക് ഓഫറിന് പോവാണ്. അപ്പം അങ്ങനെയുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ എന്ത് ചെയ്യരുത്, പുറത്താക്കാൻ പാടില്ല. അതല്ലാത്ത അങ്ങനെ കോൺഫിഡൻഷ്യൽ അല്ലാത്ത മറ്റ് എന്താണ് വയലേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവർ പബ്ലിഷ് ചെയ്യും. അതിനുള്ള അധികാരം അവർക്കുണ്ട്. ഓക്കെ, ഫോർ ദി പർപ്പസ് ഓഫ് മോണിറ്ററിംഗ് ആൻഡ് എൻഫോഴ്സിംഗ് കംപ്ലൈൻസ് വിത്ത് ഓഡിറ്റ് മേ റിവ്യൂ വർക്കിംഗ് പേപ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ഓഡിറ്റ് പ്ലാൻ, അതർ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ഒരാളും ചെയ്യാത്തൊരു പണിയാണത് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. വെച്ചാൽ നമ്മളൊരാളെ ഇപ്പോൾ ഒരു കമ്പനീനെ അവരെന്ത് ഫ്രോഡ് കാണിച്ചെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ അടുത്തവർ വരും. നമ്മൾ ഓഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല, സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം അവർ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നിട്ടില്ല, അല്ലെങ്കിൽ അവർ നമ്മളത് മൂടി വെച്ചാണ്, ഫ്രോഡ് കാണിച്ചാണ്, നമുക്കത് ഒരിക്കലും നമ്മളുടെ കൺട്രോളിലൊരു കാര്യമല്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമുക്കതിൻ്റെ കയ്യിൽ നമ്മൾ എന്തൊക്കെ അവരെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡോക്യുമെന്റേഷൻ നമ്മളെ കയ്യിലുണ്ടാവണം. ഓക്കെ, മിക്കവാറും ഓഡിറ്റ് ഫേംസിൽ എന്താ സംഭവിക്കുക വെച്ചാൽ സംഭവമൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ഡോക്യുമെന്റേഷൻ നടത്തിയിട്ടുണ്ടാവില്ല. ഡോക്യുമെന്റേഷൻ ആവശ്യമുള്ള കോപ്പികൾ എടുത്തേക്കണം, നോട്ട്സ് അവരുടെ നിന്ന് റെപ്രസെന്റേഷൻ വാങ്ങണം ഒക്കെ ചെയ്യണം. ശരിക്കും ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. സ്വാഭാവികം എന്താ സംഭവിക്കുക, നമ്മളെ കഴുത്തിൽ കയറ് വീഴും. അല്ല, കയറൊന്നും വീഴില്ല എന്നാലും. അപ്പൊ അതാണ് പ്രശ്നം. ഓക്കെ, ഇനി അതല്ലാണ്ട് CAന്റെ ഭാഗത്ത് ഒരു പിയർ റിവ്യൂ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നിങ്ങൾ ഫൈനലൊക്കെ പഠിക്കേണ്ട സാധനം. പിയർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ICAI മുന്നിട്ട് ഓഡിറ്റ് ഫേംസിനെ റിവ്യൂ ചെയ്യാനുള്ള സംഭവമാണ് പിയർ റിവ്യൂ. ഓക്കെ, അപ്പോൾ അത് വേറെ ഉണ്ട്. അപ്പോൾ അത് ICAI ആണ് ചെയ്യുക. അത് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ മെമ്പർഷിപ്പ് ഒക്കെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതൊക്കെ മേലാണ് NFRA. Okay, may review working papers, may evaluate sufficiency of the quality control system of the auditor and the manner of documentation, may perform such other testing of auditor, supervisory and quality control procedures of the auditor, may require an auditor to report on its governance practices and internal processes designed to promote audit quality, may seek additional information. കുറേ സാധനങ്ങളാണ്, നിങ്ങൾ ജസ്റ്റ് വൺ ടൈം വായിച്ചാൽ മതി. Okay, ഒരു additional point. Promote awareness in relation to the compliance of accounting standards. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഭാഗം തന്നെ. Cooperate with the national and international organizations of independent audit regulators in establishing and overseeing adherence. Adherence തന്നെ അത് follow ചെയ്യുക, പാലിക്കുക. Adherence to accounting standards and auditing standards. Perform such other functions and duties. Okay. യെസ്, അപ്പോൾ അതൊക്കെയാണ് അവരെ പവറുകൾ. ഇതെന്താ, അപ്പീൽ അഗെയിൻസ്റ്റ് ഓർഡേഴ്സ്. അഗ്രീഡ് പേഴ്സൺ മേ പ്രിഫർ അപ്പീൽ ബിഫോർ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഇൻ പ്രിസ്ക്രൈബ്ഡ് മാനർ അലോങ് വിത്ത് ഫീസ്. സെൻട്രൽ ഗവൺമെന്റ് മേ അപ്പോയിന്റ് എ സെക്രട്ടറി ആൻഡ് സച്ച് അതർ എംപ്ലോയീസ് ആസ് നെസസറി ഫോർ എഫിഷ്യന്റ് പെർഫോമൻസ് ഓഫ് ഫങ്ഷൻസ് ബൈ NFRA. ഓക്കെ, എന്ന് പറഞ്ഞാൽ NFRA എന്ന് പറഞ്ഞ സംഭവത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ചെയർപേഴ്സണും 15 മെമ്പേഴ്സ് എന്നാണല്ലോ. ഇപ്പം NFRAന്റെ സ്വാഭാവികമായിട്ടും എംപ്ലോയീസ് ഉണ്ടാവില്ലേ. കാരണം NFRAയിൽ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റായിട്ട് നമുക്കത് ഒരു ജോലിയായിട്ട് കിട്ടും. അതായത് എത്രങ്ങാനും കമ്പനികളുണ്ട്, ഇവരൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആകെ 15 മെമ്പേഴ്സ് ഉണ്ടായാൽ മതിയാവില്ലല്ലോ. അപ്പോൾ ഓരോ റീജിയണൽ ഓഫീസുകളിലൊക്കെ എംപ്ലോയീസിനൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് NFRA സ്വാഭാവികമായിട്ടും CNAG ആയിരിക്കും. Audited accounts together with audit report thereon shall be forwarded annually to the central government by the NFRA. Annual report must be prepared for each financial year by the NFRA and forward a copy to the central government which shall be laid before each house of parliament. ഇതേ സാധനം തന്നെ നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞിട്ടേത്, ഇന്നലെ നമ്മൾ ഇതേ ഒരു സംഭവം വേറെ ആരെ കുറിച്ചോ പറഞ്ഞില്ലേ. CAG കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ്
ഡിവിഡന്റ് അല്ലേ വിളിച്ച് ഗവൺമെന്റ് IEPF. Okay, ഇനി ക്ലാസസ് ഓഫ് കമ്പനീസ് ഗവേൺഡ് ബൈ NFR. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നമ്മളൊക്കെ രക്ഷപ്പെടും എന്ന് വിചാരിക്കും. അതായത് NFR ഒരു ഓഡിറ്റേഴ്സിന്റെ അടുത്തേക്ക് വരിക എങ്ങനെയാന്ന് വെച്ചാൽ കമ്പനീസ് വഴിയാണ്. അതായത് ഒരു കമ്പനി ഫ്രോഡിൽ ഏർപ്പെട്ടു, ആ ഫ്രോഡ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ആരാണ് അതിന്റെ ഓഡിറ്റേഴ്സ് നോക്കും, അങ്ങനെയാണ് ഓഡിറ്റേഴ്സിലേക്ക് വരിക. ഓക്കെ, ഡയറക്റ്റ് ഓഡിറ്റേഴ്സിലേക്ക് അങ്ങനെ വരില്ല. അപ്പൊ NFR പ്രഥമമായിട്ട് നോക്കുന്നത് ആരൊക്കെയാണ്? ഒന്ന് ലിസ്റ്റഡ് കമ്പനീസ്, ഓക്കെ, പിന്നെ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അറ്റ്ലീസ്റ്റ് 500 crores or annual turnover at least 100 crores, 1000 crores. Aggregate outstanding loans, debentures and deposits at least 500 crores. ഇങ്ങനൊക്കെ പറഞ്ഞു. മൂന്നാമത്തത് ഇൻഷുറൻസ് കമ്പനി, ബാങ്കിങ് കമ്പനി, കമ്പനീസ് എൻഗേജ് ഇൻ ദ ജനറേഷൻ ഓർ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇപ്പോൾ സാധാ കമ്പനികൾക്കൊന്നും കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. അടുത്ത പോയിന്റ് എന്താ? എനി ബോഡി കോർപ്പറേറ്റ് ഓർ കമ്പനി ഓർ പേഴ്സൺ ഓർ ക്ലാസ് ദെയർ ഓഫ് ഓൺ എ റെഫറൻസ് മെയ്ഡ് ടു NFR ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ഇപ്പം എല്ലാവരും പെട്ട്. ഓക്കെ, ഇനി ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഓർ രജിസ്റ്റേർഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിച്ച് ഈസ് എ സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനി ഓഫ് എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. If income or net worth of such subsidiary or associate company is more than 20% of the consolidated income or net worth of such company. എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു സബ്സിഡിയറി ഉണ്ട്, ആ സബ്സിഡിയറിക്ക് മൊത്തം കൺസോളിഡേറ്റഡ് എമൗണ്ടിന്റെ 20% ഷെയർ അവരിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ അവരതും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യക്ക് പുറത്തേക്കുള്ള കമ്പനിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന്റെ അർത്ഥം അല്ലേ? കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത് നോക്കാൻ പറ്റും. ഓക്കെ, a company, a body corporate other than a company governed under NFR rule shall continue to be governed by the NFR for 3 years after it ceases to be listed or its paid up capital or turnover or aggregate of loans, debentures and deposits fall below the limit. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ലിമിറ്റ് ഉണ്ടല്ലോ, ഈ ലിമിറ്റിന്റെ താഴെ പോയി അല്ലെങ്കിൽ ലിസ്റ്റഡ് ആയിരുന്ന കമ്പനി അൺലിസ്റ്റഡ് ആയി, എന്നാലും അടുത്ത 3 വർഷം കൂടി ഒരു NFRന്റെ കണ്ണുകൾക്ക് താഴെ ഉണ്ടാകും. ഓക്കെ, അതാണ് ഉണ്ടോന്നോ? അതാ പറഞ്ഞത്, എല്ലാ കമ്പനിയും നോക്കും. ഈ ലിസ്റ്റഡ് കമ്പനീസ് എന്തായാലും നോക്കും, അൺലിസ്റ്റഡ് പബ്ലിക് ഇവരൊക്കെ നോക്കും, ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ നോക്കും. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമാണെങ്കിൽ നോക്കും. ചോദിച്ചാൽ എനിക്കറിയില്ല, ഉണ്ടാവും. NFR ആക്ഷനൊക്കെ എടുക്കുന്നുണ്ട്, CA ആക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. അത് കാരണമാണ് ICI ഇപ്പൊ പിയർ റിവ്യൂ ആയിട്ട് ഇറങ്ങിക്കുന്നത്. കാരണം എന്താ അറിയോ, NFR വല്ലാണ്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ CA ഒന്നും ഇൻഡിപെൻഡന്റ് അല്ല എന്നുള്ള സാധനം വരും. മനസ്സിലായ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആർക്കാ ഡാമേജ്? മൊത്തം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡാമേജ്. അപ്പോൾ ഇപ്പൊ CAക്കുള്ള കുറെ കുത്തകകളുണ്ട്, അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ CMAക്കാർക്കും CSAക്കൊക്കെ കൊടുക്കും. അപ്പോൾ CAന്റെ സ്റ്റാൻഡേർഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ICIന്റെ ഉത്തരവാദിത്തമാണ് അല്ലേ? അപ്പോൾ അധികം മാനവ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ICI എന്ത് ചെയ്യും? കുറെ കാര്യം സ്ട്രിക്റ്റ് ആക്കും. അതിനാണ് പിയർ റിവ്യൂ ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുന്നേ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വലിയ ഫേംസിനൊക്കെയാണ് ഇവർ നോക്കിയതെന്നുള്ളത്. ഇപ്പോൾ 5 പാർട്ട്നേഴ്സുള്ള ഏത് ഫേമിന്റെ ഇവർ നോക്കുന്നത്, പിയർ റിവ്യൂ നടത്തുന്നുണ്ട്. അപ്പൊ ഇതിന് 3 പാർട്ട്നേഴ്സ് അല്ല, കുറച്ച് തന്നെ ഒരു 3 പാർട്ട്നേഴ്സായി ചുരുക്കും. അത് 5 പാർട്ട്നേഴ്സിനൊക്കെ നോക്കി കഴിഞ്ഞാല് ഓക്കെ. അപ്പൊ അതൊക്കെ ഡോക്യുമെന്റേഷൻ ആണ് പ്രശ്നം. ഡോക്യുമെന്റേഷൻ എളുപ്പമല്ല, ബാക്കിയൊന്നും പ്രശ്നമല്ല, നമ്മളെ കള്ളത്തൊന്നും കാണിക്കാറില്ല. നമുക്ക് പേടിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതാണ് NFR കേട്ടോ. ഒരു സെക്ഷൻ 133 ഒന്നുമില്ല, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യും എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഓക്കെ, അപ്പോ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയാലോ? 4:15.
ടെക്സ്റ്റിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കിയില്ലേ? ഏതാ MCQ 2 ഉണ്ട് CSR. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ CSR അല്ലേ? Okay, as per the provisions of the Companies Act, which of the following statement is correct with respect to the surplus arising out of CSR activities? Surplus cannot exceed 5% of total CSR. അങ്ങനൊന്നുമില്ല. Surplus shall not form part of business profit. ശരിയാണ്. Surplus cannot exceed 10% of total CSR expense. Surplus shall form part of business. അതുമല്ല. B ആണ് ആൻസർ. Shree Limited, a company having CSR committee as per the provisions of section 135, decides to spend and utilize the amount of CSR on the activities for the benefit of all the employees of Shree Limited. പറ്റോ? പറ്റില്ല. അപ്പോൾ എന്താണ്? This is the total amount spent on CSR activities by Shree Limited for that financial year. No, എങ്ങനെയാണ് അതിനെ തീരുമാനിക്കേണ്ടത്? അപ്പോൾ ദിസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ CSR ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ CSR ഉപയോഗിച്ചതായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. നോ എമൗണ്ട് സ്പെൻഡ് ഓൺ CSR, അത് ശരിയാണ്. ഓൺലി ഹാഫ് ഓഫ് ദി എമൗണ്ട് സ്പെൻഡ് അതൊന്നുമില്ല. ഓൺലി ദ എമൗണ്ട് ദാറ്റ് ഹാസ് ബീൻ സ്പെൻഡ് ഓൺ ദി എംപ്ലോയീസ് ഹാവിംഗ് സാലറി അതൊന്നുമല്ല. അപ്പോൾ നോ എമൗണ്ട് സ്പെൻഡ് ഓൺ CSR ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അപ്പം ഇത് നോക്കുക. ഡിവിഡൻഡിന്റെ ക്വസ്റ്റ്യൻ അയച്ചെന്നോ? അയച്ചതല്ല. ഇപ്പൊ ഇത് എന്നോട് ചോദിക്കാത്തത്. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയില്ലേ? ചോദിക്കണം, ഓരോട് നിങ്ങൾ ചോദിക്കണം. സ്കിപ്പ് ലിമിറ്റഡ് was incorporated on 1/4/19. The balance extracted from its audited financial statements are as given below. ഫിനാൻഷ്യൽ ഇയർ 19-20 നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 5 കോടി, ആഫ്റ്റർ ടാക്സ് അല്ല നമ്മൾ എടുക്കുക, ബിഫോർ ടാക്സ് അല്ലേ? അപ്പൊ ബിഫോർ ടാക്സ് 5 കോടിയാണ്. കറക്റ്റ് 5 കോടിയുടെ CSR ഉണ്ടോ? 5 crore or more ആണ്. 2021 7 കോടി. ഓക്കെ, അപ്പൊ 21-22 എന്തുണ്ട്? CSR ഒബ്ലിഗേഷൻ ഉണ്ട്. കമ്പനി പ്രൊപ്പോസസ് ടു അലോക്കേറ്റ് ദി മിനിമം റിക്വയർഡ് എമൗണ്ട് ഫോർ CSR ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ഡ്യൂറിംഗ് financial 21-22 if it is mandatory. You are required to advise the company. Okay, അപ്പോൾ എന്താണ്? CSR വേണം. എത്രയ്ക്ക് വേണ്ടി വരിക? ആവറേജ് അല്ലേ? അപ്പോൾ 5 + 7 12, 12/2 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 2% എന്ന് പറയുമ്പോൾ 12 ലക്ഷം. 12 ലക്ഷം ആയിരിക്കും CSR ആയിട്ട്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് പോട്ടെ. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റെന്താണ്? ഓക്കെ, ആൻസർ ഇതാ. അപ്പൊ അടുത്തത്, XYZ Limited received a communication from central government for preparation of periodical financial results. Periodical 129A അൺലിസ്റ്റഡ് കമ്പനീസിനും നിയമാക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ XYZ Limited received a communication from central government for preparation of periodical financial results and complete audit or limited review of such periodical financial results. Board of directors have raised an objection on the ground that it is an unlisted company. Periodical financial results need not be prepared. Examine reference to the provisions of the Companies Act. അപ്പോൾ 129A എന്താണോ അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. അതായത് സെൻട്രൽ ഗവൺമെന്റ് അതിനുള്ള പവർ ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പം അത് ആരും നോട്ടിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് ആരോടെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ അവരത് ചെയ്യണം. അപ്പോൾ ആ സെക്ഷൻ മൊത്തം എഴുതി വെക്കുക എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം നമ്മൾ. ദിയ ലിമിറ്റഡ് incorporated under the provisions of the Companies Act 2013 has 2 subsidiaries, J Limited and Vijay Limited. All the 3 companies have prepared their financial statements for the year ended 31st March 21. All the companies have prepared. Okay,
Examining the provisions of Companies Act, explain in what manner the subsidiaries J Limited and Vijay Limited shall prepare their balance sheet and statement of profit and loss. ഇതെന്താണ് CFS വേണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. CFSന്റെ കാര്യമല്ലേ? അപ്പോൾ ദിയ ലിമിറ്റഡ് എന്ത് ചെയ്യണം? CFS വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? ജെ ലിമിറ്റഡിൻ്റെയും വിജയ് ലിമിറ്റഡിൻ്റെയും സേലിയൻ ഫീച്ചേഴ്സ് CFSന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ദിയ ലിമിറ്റഡ് CFS ഉണ്ടാക്കുന്നത് കൊണ്ട് ജെ ലിമിറ്റഡും വിജയ് ലിമിറ്റഡും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? CFS ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൽ പോയിന്റ്സ്. മൂന്ന് മാർക്കിന്റെ പോയിന്റ്സ്. Okay, അപ്പോൾ it shall in addition to financial statements provided and prepare a consolidated financial statements of the company and of all the subsidiaries and associate companies in the same form, which shall also be laid before annual general meeting. അത് നമ്മൾ പറഞ്ഞില്ല, അത് വേണം. Annual general meeting വെക്കണം. Company shall also attach along with its financial statements a separate statement containing the salient features of the financial statements of subsidiaries or associate company. Provide further that the central government may provide since consolidation of accounts is to be done by holding company, J Limited and Vijay Limited shall prepare their balance sheet and statement of profit and loss account normally. CFS വേണ്ട. Okay. Following the relevant provisions complaint which are okay. Companies Act 13 has prescribed an additional duty on the board of directors to include in the board's report a director's responsibility statement. Briefly explain any 3 matters to be furnished in the said statement. Theory question. Director's responsibility statement വേണ്ട ഏതെങ്കിലും 3 കാര്യങ്ങൾ. ഞാൻ അതാക്കി എന്നൊക്കെ പറയണ്ടേ ഇപ്പോൾ സംഭവം. അപ്പോൾ അത് പഠിച്ചോട്ടാ. അപ്പോൾ ഒരു പണി ബോർഡ്സ് റിപ്പോർട്ടിൽ വേണ്ട കണ്ടന്റ് അതിലൊരു 5 പഠിച്ചോ. DRSലുള്ള ഒരു 5 പഠിച്ചോ. സെക്ഷൻ 135 മറ്റേ ഷെഡ്യൂൾ 7 ആക്ടിവിറ്റീസ് അതിൽ 5 പഠിച്ചോ. അത് നിങ്ങൾക്ക് ഓർത്തൊക്കെ സുഖമായിരിക്കും. ഓക്കെ. Balances extracted from the financial statements of ABC Limited are as follows. Net worth, turnover, net profit. 31st March 20 30th September 20. Okay. മറ്റേത് ഓഡിറ്റഡ് ആണ്, ഇത് പ്രൊവിഷണൽ ആണ്. പ്രൊവിഷണൽ ആണ്, അൺഓഡിറ്റഡ്. Explaining the provisions of Companies Act, you are requested to examine whether ABC Limited is required to constitute Corporate Social Responsibility Committee during the second half of the financial year. അങ്ങനെയുണ്ടോ? നമ്മളെന്താ നോക്കിയാൽ മതി? ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡാ നോക്കണ്ടേ അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് നോക്കുമ്പോൾ നെറ്റ് വർത്ത് 100 കോടി ആയില്ലേ? 100 കോടിയല്ലേ ലിമിറ്റ്? 500 അല്ലേ? ടേൺ ഓവർ 1000, നെറ്റ് പ്രോഫിറ്റ് 1 അല്ലേ? ഓക്കെ. ഇവിടെ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ എത്തിയപ്പോൾ 1000 കോടി ആയിട്ടുണ്ട് ടേൺ ഓവർ. ഓക്കെ. അപ്പോൾ മിഡ് ഇയറിൽ അങ്ങനെ ഉണ്ടാക്കുന്ന നമ്മൾ എവിടെ കണ്ടില്ലല്ലോ? ഇല്ല. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് ആകുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് എന്ത് വരും? ടേൺ ഓവർ ഇൻക്രീസ് ആവും. മീൻസ് എന്തായാലും 1000 കോടി മുകളിൽ പോകും. അപ്പോൾ 2021-22 ഫിനാൻഷ്യൽ ഇയറിൽ ഇവർക്ക് CSR റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ കമ്പനി ഡസ് നോട്ട് ഫുൾഫിൽ എനി ഓഫ് ദി ഗിവൺ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യൽ ഇയറിലാണ് വേണ്ടത്. ഹെൻസ് ABC Limited ഈസ് നോട്ട് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് CSR കമ്മിറ്റി. ഓക്കെ. പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ CSR കമ്മിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. മിഡ് ഇയറിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ. KSR Limited, an unlisted company, furnishes the following data. Paid up share capital 45 കോടി, turnover 175 കോടി, outstanding loan from bank 105 കോടി, 110 കോടി loan obtained from bank. After outstanding loan from bank as on 3rd March 105 കോടി, and the outstanding balance as on 31st March 90 crore after repayment. ഓക്കെ. അതായത് 110 കോടി ലോൺ എടുത്തു, 3rd മാർച്ചിൽ 105 കോടി ബാക്കിയുണ്ട്. എന്നിട്ട് കുറച്ച് റീപേയ്മെന്റിന് ശേഷം
ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് 90 കോടി ഉണ്ട്. ഓക്കെ. വെദർ ആസ് പെർ ദി പ്രൊവിഷൻ ദ കമ്പനി ഈസ് റിക്വയർഡ് ടു അപ്പോയിന്റ് ഇന്റേണൽ ഓഡിറ്റർ. ഓർമ്മ ഉണ്ടോ? ലോൺ അറ്റ് എനി ടൈം എന്നാണ്. എനി ടൈമിൽ 100 കോടിയുടെ മുകളിൽ പോയാൽ ഇന്റേണൽ ഓഡിറ്റ് വേണം. ഇന്റേണൽ ഓഡിറ്റ് വേണം വേണ്ടേ? 110 കോടിയാണ് എടുത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 110 ഒരു സമയത്ത് 110 കോടി ലോൺ അപ്ലിക്കേഷൻ ഉണ്ടെന്നാണല്ലോ. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് വേണം. ഓക്കെ. ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ KSR ഹാസ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ഫ്രം ബാങ്ക് എക്സീഡിംഗ് 100 crore during the preceding financial and it is required to appoint internal auditor. X Limited is a listed company having a paid up share capital of 25 crore as at 31st March 19 and a turnover of 100 crore during the financial year 18-19. Company secretary has advised the board of directors that X Limited is not required to appoint internal auditor as the company's paid up share capital and turnover are less than the threshold limit. Do you agree with the advice of the company secretary? Explain your view referring to the provisions of Companies Act. Okay. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് എന്താ? പേഡ് അപ്പ് ക്യാപിറ്റൽ എത്ര വേണ്ടേ? 50 crore. ടേൺ ഓവറോ 200 അല്ലേ? 200 crore. ഇപ്പൊ രണ്ടിന്റെ താഴെ അല്ലേ? പിന്നെ ലോൺ തന്നിട്ടില്ലല്ലോ, തന്നിട്ടില്ല. അപ്പോ CS-ന്റെ അഭിപ്രായം ശരിയല്ലേ? ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ ഓഡിറ്റർ വേണം. ഓഡിറ്റർ വേണം. ഓക്കെ. നിർബന്ധമായിട്ട് ഓഡിറ്റർ വേണം. ഇന്ത്യൻ ഓഡിറ്റർ വേണം. ഓക്കെ. CS-നെ പിരിച്ചുണ്ടോ? ശരിയില്ല ആള്. ഓക്കെ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദിലീപ് ടെലിലിങ്ക്സ് ലിമിറ്റഡ് കൺസിസ്റ്റ് ഓഫ് മിസ്റ്റർ ചോക്സി, Mr. Patel, Mr. Shukla. The company has also employed a full-time secretary. Profit and loss account and balance sheet were signed by Mr. Choksey and Mr. Patel. അത് നേരത്തെ ഉള്ള ക്വസ്റ്റ്യനാണ്. Explain the following brief. NFRA CSR committee 3+3 6 മാർക്ക്. ഈ വേറെ ചാപ്റ്റേഴ്സ് ഒന്നും അധികം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ? തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കത്തിയടിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. മൊത്തത്തിൽ NFRA-നെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തും എഴുതാം. അതുപോലെ CSR കമ്മിറ്റിയാണ്. അപ്പൊ CSR കമ്മിറ്റി ആർക്കാ വേണ്ടത്? 50 ലക്ഷത്തിന്റെ മുകളിലുണ്ടെങ്കിൽ CSR കമ്മിറ്റി വേണ്ട, അത് എഴുതാം. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാം. പിന്നെ CSR കമ്മിറ്റിയുടെ പണി എന്താണ്? ആ 3 കാര്യങ്ങൾ അത് എഴുതാം. അതൊക്കെ പറയാം. പോയിന്റ് ഒക്കെ ഉണ്ട്. സംഭവം സിമ്പിളാണ്. മാർക്ക് ക്വസ്റ്റ്യൻ. രവി ലിമിറ്റഡ് മെയിൻറ്റെയിൻ ഇറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. അത് നമ്മൾ നേരത്തെ ഉണ്ടല്ലേ? അത് എക്സാം ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ. Oh my gosh. ഇതും എക്സാം ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഇത് നേരത്തെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 6 മാർക്കോ 4 മാർക്ക്. റീ ഓപ്പണിംഗ് ആണിത്. 19-20 എന്നിട്ട് റീ ഓപ്പൺ ചെയ്യണം. 8-9 പറ്റില്ല. 8-9 അല്ലേ? അപ്പൊ അതും വേറെ ഉണ്ട്. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെ. ഹൗസിംഗ് ഫിനാൻസ് XBRL വേണോ വെച്ചാൽ വേണ്ട. CSR question. A company incorporated under the Companies Act is having turnover of 100 crore, net profit 3 crore, accumulated loss of 50 crore and a securities premium 300 crore. CFO of the company informed the directors of the company that the CSR committee is required to be constituted as per the Companies Act. Directors seek your advice. വേണോ? ടേൺ ഓവർ 1000 കോടിയല്ലേ? നെറ്റ് വർത്ത് 500 കോടിയല്ലേ? നെറ്റ് പ്രോഫിറ്റ് 3 കോടിയല്ലേ? നെറ്റ് വർത്ത് എത്ര ഉണ്ട്? 1
ആ വേണ്ടല്ലോ അല്ലേ? വേണ്ട. ടേൺ ഓവർ 100,000 നെറ്റ് പ്രോഫിറ്റ് 3 നെറ്റ് വർത്ത് 253. എങ്ങനെ 253 അറിയോ? അതായത് 300 സെക്യൂരിറ്റീസ് പ്രീമിയം പ്ലസ് -50 ലോസ് 250, പിന്നെ അതിന് കൂടെ ഈ പ്രോഫിറ്റും 253. പ്രീവിയസ് ഇയറിയത്തല്ല നമ്മൾ എടുക്കുക, എന്ന് പറഞ്ഞാൽ ഓഡിറ്റഡ് ആയല്ലോ. പ്രീവിയസ് ഇയറിയത്തെ വെച്ചിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ വേണ്ട. എനി ഫോർ കണ്ടന്റ്സ് ഓഫ് DRS അഗെയിൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മറ്റേ 3 മാർക്ക് ചെയ്ത് ഇപ്പോൾ 4 മാർക്കായി. കഴിഞ്ഞു. CSR ക്വസ്റ്റ്യൻ ഇല്ല. പിന്നിപ്പോൾ എന്താ നോക്കുക? NFR ഉണ്ടോ നോക്കുക. NFR ക്വസ്റ്റ്യൻ ഇല്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നേരത്തെ നമ്മൾ കണ്ട ക്വസ്റ്റ്യനാ. ഗവൺമെന്റ് ഓഫ് രാജസ്ഥാൻ ആൻഡ് ഹരിയാന ആർ ജോയിന്റ്ലി ഹോൾഡിംഗ് 58% ഓഫ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് മോൾ ലിമിറ്റഡ് വെർ പ്ലേസ്ഡ് അറ്റ് ഇറ്റ്സ് AGM ഓൺ 31st August. ഹവർ പെൻഡിംഗ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനാ. റിപ്പീറ്റേഷൻ കഴിഞ്ഞു. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതുമില്ല. പിന്നെ ഏതാ ബാക്കിയുള്ളത്? റീ ഓപ്പണിംഗ് ഉണ്ടാവുന്നുണ്ട്. റിവൈസ് വേറെ ഒന്നും കാണുന്നില്ല. ജമണ്ട ക്വസ്റ്റ്യൻ ഉള്ളോ? എത്ര മാർക്ക് ക്വസ്റ്റ്യൻ അത്? 6 മാർക്ക്. Okay, aggregate the value of the paid up share capital of ABC Security Services was 200 crores divided into 20 crores equity shares of 10 each at the end of the financial year 21-22 having its registered office. This company had been registered with an authorized share capital of 300 crores divided into 30 crores. Okay. Extract of the balance sheet. ഇപ്പോൾ നെറ്റ് വർത്ത് നോക്കാനാണ് ഇപ്പോൾ ഈ തരുന്നത് കേട്ടോ. നെറ്റ് വർത്ത് എന്തൊക്കെയാണ്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം മൈനസ് ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ. വേറെ സാധനം ഉണ്ടല്ലോ കുറക്കാനുള്ളത്. എന്തോ റിട്ടേൺ ഓഫ് എക്സ്പെൻസ് എന്തോ അല്ലേ? ഉണ്ട്. അങ്ങനെ 2 സാധനങ്ങൾ കുറക്കാണ്ട്. ഓക്കെ. മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചേഴ്സ് നോട്ട് ഉണ്ട് അവിടെ ഉണ്ട്. നോട്ട് റിട്ടേൺ ഓഫ്.
അപ്പോൾ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് വേണ്ട. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 200, ഫ്രീ റിസർവ്സ് 200, 400, സെക്യൂരിറ്റീസ് പ്രീമിയം 80, 480, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 50, 430, റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അത് എടുക്കണ്ട. മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ നോട്ട് റിട്ടേൺ ഓഫ് 10 കുറക്കണം. അപ്പോൾ എത്ര ഞാൻ പറഞ്ഞത് 530 അല്ലേ, അതിന് 10 പോയാൽ 520. അപ്പം നെറ്റ് വർത്ത് 500 കോടിയുടെ മുകളിലുണ്ട്. ടേൺ ഓവർ ഓഫ് ദി കമ്പനി 800 കോടി. പിന്നെ നെറ്റ് അതർ അഡ്ജസ്റ്റ്മെന്റ് ആസ്പെക്ട് ഒക്കെ നെറ്റ് പ്രോഫിറ്റ് 4 കോടി. അപ്പോൾ നെറ്റ് വർത്ത് കൂടിയില്ലേ? Praveen, company secretary of the company, advisor of the company attracts the provisions of section 135 and all the formalities have to be complied with accordingly. Therefore, on 30th April 2022, a CSR committee was formed to comply with the provisions of CSR. Board of directors of the company constituted of the following persons as its directors: Mohan Singh, Rohit and Bhavana, Venkatesh, Isha, Mohit and Muskan. ഇത്ര ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ്, മിനിമം 3 ആളുണ്ടാവണം. അതിൽ ഒരാൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവണമെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പോയിന്റാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എന്താണ്, ഇവർക്ക് CSR കമ്മിറ്റി വേണം എന്നുള്ളത് നമ്മൾ എഴുതണം. CSR കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിൽ 3 ഡയറക്ടേഴ്സ് മിനിമം വേണം, ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആണ്. അതാണ് അടുത്ത പോയിന്റ്. ഓൺ ദ ബേസിസ് ഓഫ് ദി അബവ് ഫാക്ട്സ് ആൻഡ് ബൈ അപ്ലൈയിങ് സം അപ്ലിക്കബിൾ പ്രൊവിഷൻസ് ആൻസർ ദി ഫോളോയിങ്. ഈസ് ദ കണ്ടൻഷൻ ഓഫ് പ്രവീൺ, CS of the company, that the company attracts the provisions of section 135 and is required to form a CSR committee is correct. Support your answer with applicable provisions and required. Okay. നമുക്കറിയാം. It was decided that Mohan Singh, Venkatesh, Isha and Bhavana will be members of CSR committee. Is this decision in the light of the correct in the light of the provision? Mohan Singh, Venkatesh, Isha and Bhavana. അതൊക്കെ അറിയാം. ഭാവന ഉണ്ടല്ലോ, അതുണ്ടോ? ഇഷ ആൻഡ് ഭാവന വിൽ ബി ദ മെമ്പേഴ്സ് ഓഫ് CSR കമ്മിറ്റി. അപ്പോൾ ഒരാളുണ്ടല്ലോ, ഭാവന ഉണ്ടല്ലോ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അവരെന്താക്കുന്ന പറഞ്ഞ് വിൽ ബി ദ മെമ്പേഴ്സ് ഓഫ് CSR കമ്മിറ്റി. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ 16 മാർക്കൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പം നെറ്റ് വർത്ത് 520 നമ്മൾ പറഞ്ഞ ശരിയാണ്, 520 crore. അപ്പോൾ അതുകൊണ്ട് സിൻസ് ദ നെറ്റ് വർത്ത് ഈസ് നോട്ട് ലെസ് ദാൻ 500 crore, സെക്ഷൻ 135(1) ഈസ് അട്രാക്റ്റഡ്. അപ്പോൾ യെസ് ദ കണ്ടൻഷൻ ഓഫ് പ്രവീൺ ദ CS ഈസ് കറക്റ്റ്. അതുപോലെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണം. ഭാവന ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയതുകൊണ്ട് അതും കറക്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വേറെ വല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാമല്ലോ. ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അതേ ചോദിച്ചിനടുത്ത്. എ ഫ്രോഡ് വാസ് റിപ്പോർട്ടഡ് അറ്റ് SFIO. SFI എന്താ പറയുക നിങ്ങൾക്ക്? ഇനി ഫുൾ ഫോം കിട്ടില്ല. അത് ഫ്രോഡ് പിടിക്കാനുള്ള സംഭവമാണ്. ഒരു എന്താണ് ഇതിൽ ഫ്രോഡാണ്. ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ ആണ്. സീരിയസ് ഫ്രോഡ് ആണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ. എ ഫ്രോഡ് വാസ് റിപ്പോർട്ടഡ് ടു SFIO by statutory auditors of VQ Limited in the current financial year 21-22. A competent authority during the investigation observed that there is a need to reopen the accounts of VQ Limited for the financial year 15-16. അപ്പോൾ 21-22 ഇപ്പോൾ ഉള്ളത് കറണ്ട് ഇയർ. അപ്പോൾ 15-16 എന്ന് പറയുമ്പോൾ 8 വർഷത്തിനുള്ളിലല്ലേ. Therefore, they filed an application before the NCLT to issue the order against VQ Limited for reopening of its accounts. Examine the validity of the application by the very competent authority. Okay, അപ്പോൾ അത് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് വേറെ ക്വസ്റ്റ്യൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇതിലാണ് നോക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ 2 അറ്റംപ്റ്റ് അടുപ്പിച്ച് ചോദിച്ചേക്കുന്നത്. ആ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ കഥ കിടക്കുന്നു ഇവിടെ. രുദ്ര മിത്തൽ ആൻഡ് പ്രഗ്യ ആയിരുന്നു മാത്രം. വരുൺ പ്രബോധ്, ദിശ, രേഷ്മ. ടേൺ ഓവർ 700 കോടി. മറ്റേ
മറ്റേ 4 കോടി. ഫ്രീ റിസർവ്സ് 400, സെക്യൂരിറ്റീസ് 200. ഇവിടെ വേറെ വല്ലതും ഉണ്ടോ? 200. പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ 200 പ്ലസ് 200 400, 470, 530. 530 20 കുറച്ചാൽ 510. സെയിം ക്വസ്റ്റ്യൻ 2 അറ്റംപ്റ്റ് ഇങ്ങനെ റയറായിട്ട് ചോദിക്കാറുണ്ട്, വളരെ റയർ. അതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. കോൺട്രിബ്യൂഷൻ ഓഫ് 50,000 ടു എ പൊളിറ്റിക്കൽ പാർട്ടി പറ്റുമോ? പറ്റില്ല. CSR പ്രൊജക്ട് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ് ഓഫ് ദി കമ്പനി പറ്റില്ല. കോൺട്രിബ്യൂഷൻ ടു PM CARES ഫണ്ട് ഡ്യൂറിങ് കോവിഡ് പാൻഡമിക് പറ്റും. ലോക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊമോഷൻ ഓഫ് ചൈൽഡ് ആൻഡ് വിമൻ എഡ്യൂക്കേഷൻ പറ്റും. ഓൺ ദ ബേസിസ് ഓഫ് ഓക്കെ. ഓൺ വാട്ട് ബേസിസ് വിനീത് ചീഫ് കംപ്ലൈൻസ് ഓഫീസർ അറൈവ്ഡ് അറ്റ് ദിസ് കൺക്ലൂഷൻ ആറ്റ് ദി കമ്പനി ഓക്കെ. അതൊക്കെ നമുക്ക് സെയിം സാധനം. Advise the company how many members are eligible to be part of committee and what is the criteria. Whether CSR committee formed was in compliance. Whether activities proposed by company were in accordance with the provisions. അപ്പോൾ ആ കാര്യം മാത്രമേ അഡീഷണലി വന്നിട്ടുള്ളൂ. ഓക്കെ. PKR Limited operates as a manufacturing company, generated turnover of 150 crores and holds an outstanding loan of 75 crores from a public financial institution solely in the previous financial year, with a total loan availed of 110 crores but 35 crores were repaid during the same year. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ 35 കോടി, 75 കോടി, ലോൺ എടുത്ത 110 കോടി, ഈ 35 കോടി റീപേ ചെയ്തത് സെയിം ഇയർ ആണ്. അതിൻ്റെ അർത്ഥം ഓപ്പണിങ്ങിൽ 110 കോടി ഉണ്ടെന്നാണ് അല്ലേ? അപ്പൊ കമ്പനി ഓഡിറ്ററിന്റെ ഇന്റർണൽ ഓഡിറ്റർ വെക്കണമെന്നുള്ളതാണ് ചോദ്യം. വെക്കട്ടെ? What would be your response if the board of directors wanted to appoint the secretary of the company, Mr. A, as an internal auditor? ഇന്റേണൽ ഓഡിറ്റർ വേണമെങ്കിൽ എംപ്ലോയി ആകാലോ, ആയിക്കോട്ടെ. എംപ്ലോയി ആകാം, എംപ്ലോയി ആകാതിരിക്കാം. പിന്നെന്താണ്, അങ്ങനെ പ്രത്യേക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്ന പോലെ ചെയ്യാം. ഓക്കെ, എന്തായാലും ആൻസർ ഇല്ല. ആൻസർ വരുമ്പോൾ ഒന്ന് നോക്കിക്കോട്ടെ. അതിൻ്റെ ആൻസർ ഇത് ശാസ്ത്ര ആൻസർ ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കഴിഞ്ഞ എക്സാം അല്ലേ. അപ്പോൾ നമ്മളെത്തുന്ന കൺക്ലൂഷൻ അതാണ്, ഇന്ത്യൻ ഓഡിറ്റർ വേണം. സെക്രട്ടറി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്താ പറയുക, എംപ്ലോയി ആവാം, ആകാതിരിക്കാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്ന പോലെ ആകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയില്ല, പിന്നെ ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, അപ്പം ശരി. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ നോക്കിട്ടാ ഇതിലത്തെ